magari. Hello. ഹലോ, വോയിസിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ? വോയിസിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ? മൈക്ക് ഓൺ ആക്കൂട്ടോ. ഇല്ല. ഓക്കെ. മൈക്ക് ഓൺ ആക്കാതിരിക്കരുത്. സൗണ്ട് കേക്കട്ടെ. ആരൊക്കെ വന്നിട്ടുണ്ട് എന്താന്നൊക്കെ അറിയണ്ടേ? ഉം. ഓക്കെ. അപ്പൊ നമ്മള് ഫസ്റ്റ് പാർട്ട് യൂട്യൂബ് ലൈവ് സെഷൻ നിങ്ങൾ കണ്ടിരുന്നോ? റിപ്ലൈ തരൂട്ടോ. ഫസ്റ്റ് പാർട്ട് യൂട്യൂബ് ലൈവ് സെഷൻ കണ്ടിരുന്നോ? യെസ്. അപ്പൊ നമ്മുടെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ സൂമിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ആദ്യത്തെ 2 യൂണിറ്റുകൾ ഡിസ്കസ് ചെയ്തതാണ്. ഇത് ഈ ഒരു പാർട്ടിൽ മാത്രമല്ല, അതിന് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വൺസ് അഗെയിൻ നമുക്ക് ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. എക്സാം ആണ് വരുന്നത്. ആ ഒരു സീരിയസ്നെസ്സോടുകൂടെ നമുക്ക് എടുക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് പാർട്ട് +2 ബിസിനസ് സ്റ്റഡീസിന്റെ ലൈവ് ആണ് കേട്ടോ. അപ്പൊ അത് എവിടെ നമ്മൾ എവിടെയാണ് അന്ന് നിർത്തിയത്? ഫോർമേഷൻ ഓഫ് കമ്പനി രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞ് MNC-കളെ കുറിച്ച് പറഞ്ഞു. ഇവിടെയാണ്, ഈ ഒരു സ്ലൈഡിലാണ് ഞാൻ അവസാനിപ്പിച്ചത്. ഇനി നമുക്ക് ഒരു 8 മണി വരെ ആയിരിക്കും ലൈവ് ഉണ്ടായിരിക്കുക കേട്ടോ. അപ്പൊ അതിനുള്ളിൽ നമുക്ക് ഏതൊക്കെ ടോപ്പിക് കവർ ചെയ്യാൻ പറ്റും നോക്കാം. അതിനുശേഷം മറ്റൊരു ലൈവിലായിരിക്കും ബാക്കിയുള്ളത് മീൻസ് ബാക്കിയുള്ള യൂണിറ്റുകൾ നമുക്ക് കവർ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ നമുക്ക് പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ് എന്ന് പറയുന്ന 7th യൂണിറ്റ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ്. നമുക്കറിയാം പ്ലാനിങ് എന്താണ്. പ്ലാനിങ് മീൻസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു, ഹൗ ടു ഡു ഇറ്റ് ആൻഡ് വെൻ ടു ഡു ഇറ്റ് ആൻഡ് ഹൂ വിൽ ഡു ഇറ്റ്. എന്താണ് പ്ലാനിങ് എന്ന് പറയുന്നത്? എന്താണ്, ആര് എപ്പോ എങ്ങനെ ചെയ്യണം എന്ന് നമ്മൾ എന്താണ് മുൻകൂട്ടിയിട്ട് അല്ലെ ഫോർകാസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലാനിങ് എന്ന് പറയുന്നത്. ഫ്യൂച്ചർ ഫോർകാസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോ പ്ലാനിങ് മീൻസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്. മുൻകൂട്ടി നമ്മൾ തീരുമാനിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലാനിങ് എന്ന് പറയുന്നത്. ഒരു ബിസിനസിന്റെ കേസിൽ പ്ലാനിങ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? എപ്പോ നമ്മൾ ഒരു കാര്യം ചെയ്യണം, ബിസിനസിന്റെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു പ്ലാനിങ് നമ്മൾ എപ്പോ ചെയ്യണം, എങ്ങനെ ചെയ്യണം, അത് ആര് ചെയ്യണം, എപ്പോഴാണ് അത് ചെയ്യേണ്ടത്, അതെങ്ങനെയൊക്കെയാണ് ചെയ്യണത്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എവിടെ തീരുമാനിക്കുക? പ്ലാനിങ്ങിൽ തീരുമാനിക്കുക അല്ലെ. അപ്പോ ഇറ്റ് ഈസ് ലൈക്ക് മേക്കിംഗ് എ ബ്ലൂ പ്രിന്റ് ഓഫ് ഫ്യൂച്ചർ. പ്ലാനിങ് ഈസ് എ ബ്ലൂ പ്രിന്റ് ഓഫ് ഫ്യൂച്ചർ എന്ന് പറയാം. നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ അതിനെക്കുറിച്ച് മുൻകൂട്ടി തീരുമാനിക്കുന്ന, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മുൻകൂട്ടി സെറ്റ് ചെയ്യുന്ന ഒരു ബ്ലൂ പ്രിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലാനിങ് എന്ന് പറയുന്നത്. സോ ദാറ്റ് വർക്ക് ഈസ് ഡൺ ഇൻ എ സിസ്റ്റമാറ്റിക് ആൻഡ് പർപ്പസ്ഫുൾ വേ. എങ്ങനെയാണ് പ്ലാനിങ് തയ്യാറാക്കുന്നത്? ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള, ഒരു പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു വേയിലൂടെയാണ് നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്ന കാര്യം തയ്യാറാക്കുന്നത് അല്ലെ. അപ്പൊ നമ്മളിപ്പോ ലാസ്റ്റ് ജോയിൻ ചെയ്തവരുടെ അടുത്താണ് നമ്മൾ 7th യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ് എന്ന് പറയുന്ന ചാപ്റ്റർ. പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്. എങ്ങനെയാണ് മുൻകൂട്ടി നമ്മൾ തീരുമാനിക്കുന്നതിനെയാണ്. എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പൊ ബിസിനസിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കാര്യം മുൻകൂട്ടി തീരുമാനിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലാനിങ് എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ. അപ്പൊ പ്ലാനിങ് എന്താന്ന് മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് മൈക്ക് ഓൺ ആക്കി പറയൂ. നിങ്ങക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയാനാണ്. മൈക്ക് ഓൺ ആക്കൂട്ടാ. ഓക്കെ ആണോ? തുടങ്ങിയാലോ? ബാക്കിയും കൂടെ എടുത്താലോ? ഹലോ, ആരുമില്ലേ? ഹലോ ഹലോ. യെസ്. മനസ്സിലായി മനസ്സിലായി. ഓക്കെ, താങ്ക് യു. ഓക്കെ. അപ്പൊ ഓക്കെ. പ്ലാനിങ് എന്താന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാനുള്ള ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ് ആണ്. അത് ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ് പ്ലാനിങ് എന്ന് ചോദിക്കുമ്പോൾ ഈ ഫീച്ചേഴ്സും കൂടെ കുറച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ മാർക്ക് കിട്ടും അല്ലെ. അപ്പൊ ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ്ങിൽ ആദ്യത്തെയാണ് പ്ലാനിങ് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്. ഒരു മാനേജ്മെന്റ് ഫംഗ്ഷനിലെ ഏറ്റവും ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പാണ് എന്തെന്ന് പറയുന്നത്? പ്ലാനിങ് എന്ന് പറയുന്നത്. ഏതൊക്കെ ഫങ്ഷൻസ് ആണ് വേറെ ഉള്ളത്? നമ്മുടെ ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്,
കൺട്രോളിങ് എന്നൊക്കെ പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഈ ഒരു പ്ലാനിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്? പ്ലാനിങ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് മാനേജ്മെന്റ്. ഓരോ ബിസിനസിനും ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ എല്ലാ ബിസിനസിന്റെയും ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആദ്യം പ്ലാൻ ചെയ്യേണ്ടത്. അപ്പൊ ഒരു ബിസിനസിനെ സംബന്ധിച്ച് പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? അതല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് പ്ലാനിങ് ആണ്. പിന്നെ പറയുന്ന ഒരു ഫീച്ചറാണ് പ്ലാനിങ് ഈസ് ഗോൾ ഓറിയന്റഡ്. ശരിയല്ലേ? നമ്മൾ എന്താണ്? ഫ്യൂച്ചറിലോട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇപ്പൊ തന്നെ പ്ലാൻ ചെയ്യുന്നത് അല്ലെ? ഒരു ഭാവിയിലോട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഭാവി മുന്നിൽ കണ്ടുകൊണ്ടാണ്, അതല്ലെങ്കിൽ ഫ്യൂച്ചർ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമുക്ക് പ്ലാൻ ചെയ്യുന്നത് എന്ന് പറയാൻ പറ്റും. അപ്പൊ ആദ്യത്തെ പ്ലാനിങ്ങിന്റെ ഫീച്ചർ എന്താണ്? പ്ലാനിങ് ഇസ് ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിനെ സംബന്ധിച്ച് പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രൈമറി ഫങ്ഷൻ ആണ്. പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്? ഗോൾ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. ഇനി മൂന്നാമത്തെയാണ് പ്ലാനിങ് ഈസ് പെർവാസീവ്. പെർവാസീവ് എന്ന സർവ്വവ്യാപിയാണ് എന്ന് പറയാം അല്ലെ? പ്ലാനിങ് ഈസ് റിക്വയർഡ് അറ്റ് ഓൾ ലെവൽ ഓഫ് മാനേജ്മെന്റ്. ഒരു മാനേജ്മെന്റിന്റെ എത്ര ലെവൽ ഓഫ് മാനേജ്മെന്റ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റണം. ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഉണ്ട്, മിഡിൽ ലെവൽ മാനേജ്മെന്റ് ഉണ്ട്, ലോവർ ലെവൽ മാനേജ്മെന്റ് ഉണ്ട്. അതുപോലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്, ഉണ്ട്. അതുപോലെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, HR ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പൊ ഒരു ബിസിനസിനെ സംബന്ധിച്ച് ഒരു മാനേജ്മെന്റ് എല്ലാ ലെവലിലും എന്താ ആവശ്യമാണ്? പ്ലാനിങ് ആവശ്യമാണ്. പ്ലാനിങ് ഈസ് റിക്വയർഡ് അറ്റ് ഓൾ ലെവൽ ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ എല്ലാ ലെവലിലും എന്താ ആവശ്യമാണ്? പ്ലാനിങ് ആവശ്യമാണ്. പ്ലാനിങ് ഇല്ലാണ്ട് ഒരു കാര്യവും നടക്കില്ല. പ്ലാനിങ് എന്ന് പറയുന്നത് പ്രൈമറി ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു. പ്ലാനിങ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ ഓറിയന്റഡ് ആണെന്ന് പറഞ്ഞു. പ്ലാനിങ് എന്ന് പറയുന്നത് പെർവാസീവ് ആണെന്ന് പറഞ്ഞു. അടുത്തതാണ് പ്ലാനിങ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക്. നേരത്തെ നമ്മൾ പറഞ്ഞു ഫ്യൂച്ചറിസ്റ്റിക് ആണ്, ഗോൾ ഓറിയന്റഡ് ആണ്, ലക്ഷ്യത്തെ മുൻകൂട്ടിക്കൊണ്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യാറാക്കുക. അതുപോലെ ഭാവിയെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ പ്ലാൻ തയ്യാറാക്കുക. ഇറ്റ് ഈസ് ദ ഫ്യൂച്ചർ ഓറിയന്റഡ് ആൻഡ് ഹെൽപ്പ് ഇൻ ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു. നമ്മൾ എന്താണ് ഭാവിയിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുന്നത്. സോ പ്ലാനിങ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക്. അടുത്താണ് പ്ലാനിങ് ഈസ് എൻ ഇന്റലക്ച്വൽ ആക്ടിവിറ്റി. പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആക്ടിവിറ്റി ആണ്. ഇവിടെ എന്താ പറയുന്നത്? ഇറ്റ് നീഡ് ഫോർസൈറ്റ്, ക്രിയേറ്റിവിറ്റി ആൻഡ് ജഡ്ജ്മെന്റ്. എന്താണ്? ദീർഘവീക്ഷണവും സർഗാത്മകതയും വിവേചനശേഷിയും എന്തിനാവശ്യമാണ്? പ്ലാനിങ്ങിന് ആവശ്യമാണ്. ഫോർസൈറ്റ് വേണം, ക്രിയേറ്റിവിറ്റി വേണം, ഒരു ജഡ്ജ്മെന്റ് വേണം അല്ലെ? മാനേജേഴ്സ് മസ്റ്റ് തിങ്ക് കെയർഫുള്ളി ബിഫോർ ചൂസിങ് ദ റൈറ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ. ഒരു കമ്പനിയുടെ മാനേജറെ, നിങ്ങളൊരു കമ്പനീന്റെ മാനേജർ ആണെന്ന് വിചാരിക്കുക. നമ്മൾ എന്താണ് അനുയോജ്യമായിട്ടുള്ള ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷനെ എന്തിനു ചൂസ് ചെയ്യുള്ളൂ? പ്ലാൻ ചെയ്തിട്ട് ഒരു കാര്യം നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ബെസ്റ്റ് കാര്യം നമ്മൾ ചൂസ് ചെയ്യുള്ളൂ അല്ലെ? അത് ചൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാ? നല്ലൊരു പ്ലാനിങ് ഉള്ളത് കൊണ്ടാണ്, നല്ലൊരു ഫോർസൈറ്റ് ഉള്ളത് കൊണ്ടാണ്, നല്ലൊരു ക്രിയേറ്റിവിറ്റി ഉള്ളത് കൊണ്ടാണ്, നല്ലൊരു ജഡ്ജ്മെന്റ് ഉള്ളത് കൊണ്ടാണ് അല്ലെ? അപ്പൊ പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണ്. അതുപോലെ എന്ന് പറയുന്നത് എന്താണ്? പ്ലാനിങ് ഈസ് കണ്ടിന്യൂസ്. ഇത് 2 ദിവസത്തിനായിട്ടുള്ളതാണോ പ്ലാനിങ്? പ്ലാനിങ് ഓൾറെഡി പറഞ്ഞു ഫ്യൂച്ചറിസ്റ്റിക് ആണ്. ആ ഒരു പ്ലാൻ കഴിഞ്ഞാൽ അടുത്ത പ്ലാൻ വരും അല്ലെ? അത് കഴിഞ്ഞാൽ അടുത്ത് വരും. അപ്പോ പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. പ്ലാനിങ് നെവർ സ്റ്റോപ്പ്. ന്യൂ പ്ലാൻസ് റീപ്ലേസ് ഓൾഡ് വൺ. എന്താണ്? പഴയ പ്ലാനിനെ റീപ്ലേസ് ചെയ്തിട്ട് പുതിയ പ്ലാൻ വരും. അതെന്താണ്? ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യില്ല. അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ് ആണ്. അതുപോലെ തന്നെ എന്താണ്? നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച്, സർക്കംസ്റ്റൻസിനനുസരിച്ച് എന്തിലും മാറ്റം വരുന്നുണ്ട്? പ്ലാനിങ്ങിലും മാറ്റം വരുന്നുണ്ട്. ഓക്കെ, അടുത്താണ് പ്ലാനിങ് ഇൻവോൾവ് ചോയ്സ്. എന്താണ് പ്ലാനിങ് ഇൻവോൾവ് ചോയ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദർ ആർ ഓൾവേസ് മെനി ഓൾട്ടർനേറ്റീവ് ടു അച്ചീവ് ഗോൾസ്. നമ്മുടെ ലക്ഷ്യം അല്ലെ? നമ്മുടെ ബിസിനസിനെ സംബന്ധിച്ച് ബിസിനസിന്റെ ലക്ഷ്യം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ്? ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് നമ്മുടെ മുമ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ ആ ഒരു ഒരുപാട് ഓൾട്ടർനേറ്റീവ്സിൽ നിന്ന് നമ്മൾ എന്താണ്? ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യാണ് അല്ലെ? അപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം അല്ലെ? എങ്ങനെയാണ്? നമുക്ക് ഒരു എവിടെ പോണെങ്കിൽ, ജസ്റ്റ് ഒന്ന് ലക്ഷദ്വീപ് പോണെങ്കിൽ, ലക്ഷദ്വീപ് വിടാം, നമുക്കത് ട്രിവാൻഡ്രം വരെ പോകണമെങ്കിൽ, നമുക്കിപ്പോ എവിടുന്ന്, നമ്മുടെ കണ്ണൂരിന്ന് തിരുവനന്തപുരം വരെ പോകണമെങ്കിൽ നമുക്ക് റോഡ് മാർഗം പോവാം, ട്രെയിൻ മാർഗം പോവാം, റെയിൽ മാർഗം പോവാം, വേണേൽ എങ്ങനെയും പോവാം, നമുക്ക് ഫ്ലൈറ്റിനും പോവാം അല്ലെ? ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യണം?
നല്ല കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള പൈസ എവിടെയാണ് കുറവ്, സമയലാഭം ഏതാണ് എന്നൊക്കെ നോക്കിയിട്ട് ഒരു ബെസ്റ്റ് ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു നല്ലൊരു ഓപ്ഷൻ ചൂസ് ചെയ്യില്ലേ. നമ്മൾ നമ്മുടെ മനുഷ്യന്മാരുടെ കേസിലാ പറയുന്നത് കേട്ടാ. ഇനി ബിസിനസിന്റെ കേസിലാണെങ്കിൽ ഇതേപോലെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള നല്ലൊരു പ്ലാൻ ഏതാണ്, അതാണ് ബെസ്റ്റ് പോസിബിൾ ഓപ്ഷൻ ഏതാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ചൂസ് ചെയ്യണം. അതാണ് പ്ലാനിങ് ഇൻവോൾവ് ചോയ്സ് അല്ലേ. ദെൻ പ്ലാനിങ് ഈസ് ഫ്ലെക്സിബിൾ. എന്താണ് ഫ്ലെക്സിബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സിൻസ് ദ ഫ്യൂച്ചർ ഈസ് അൺസർട്ടൈൻ പ്ലാൻ മസ്റ്റ് ബി അഡ്ജസ്റ്റബിൾ. ഭാവി എന്ന് പറയുന്നത് എന്താണ്? അൺസർട്ടൈൻ ആണ്, അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞതാണ്. ബിക്കോസ് എന്താണ്, ഇപ്പൊ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവം എന്ന് നമുക്കറിയില്ല. മനുഷ്യന്മാരുടെ കാര്യം പോലെ തന്നെയാണ് പ്ലാനിങ്ങിന്റെ കാര്യം, ഭാവിയുടെ കാര്യം. എന്താണ് ഭാവി എന്ന് പറയുന്നത്? അൺസർട്ടൈൻ ആയിട്ടുള്ള കാര്യമാണ്. ഭാവിയിൽ എന്ത് നടക്കും, എന്ത് നടക്കാതിരിക്കും എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല. അപ്പൊ കൊറോണ വന്നു, പ്രളയം വന്നു, നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ്. അപ്പൊ ഒരു കൊറോണയോ ഒരു പ്രളയമൊക്കെ വരുമ്പോൾ ബിസിനസിനെ എങ്ങനെയാണ് നല്ല രീതിയിൽ അത് അഫക്ട് ചെയ്യും, നെഗറ്റീവ്ലി അത് അഫക്ട് ചെയ്യും അല്ലെ. അപ്പൊ അത്തരത്തില് അങ്ങനെ ഒരു അൺസർട്ടൻ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പ്ലാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, മാറ്റാൻ പറ്റുന്ന രീതിക്കുള്ളതായിരിക്കണം എന്തെന്ന് പറയുന്നത്, പ്ലാനിങ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുള്ള എന്താണ്, ഇഫ് റോ മെറ്റീരിയൽ സപ്ലൈ ഫെയിൽ മാനേജർ മസ്റ്റ് ചേഞ്ച് ദെയർ പ്ലാൻ അക്കോർഡിംഗ്ലി. റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്നതിൽ എന്തെങ്കിലും പാകപ്പിഴകൾ വന്നു കഴിഞ്ഞാൽ, അത് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ മാനേജേഴ്സ് എന്ത് ചെയ്യണം, അടുത്ത ഓപ്ഷൻ എവിടുന്നാണ് ആ റോ മെറ്റീരിയൽ കിട്ടുക വെച്ചാൽ അത് ഏൽപ്പിക്കണം. അപ്പൊ എന്താണ് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള എന്ത് നമ്മൾ റെഡിയാക്കണം, ഓപ്ഷൻസ് നമ്മൾ റെഡിയാക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ്ങിൽ വരുന്നത്. അതുപോലെ രണ്ടാമത്തെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ്ങിൽ എന്താ പറയുന്നത്? പ്ലാനിങ് പ്രൊവൈഡിങ് ഡയറക്ഷൻ ടു ആക്ഷൻ. എന്താണ് പ്ലാനിങ്? പ്രീ ഡിറ്റർമൈൻ ദ കോഴ്സ് ഓഫ് ആക്ഷൻ ആൻഡ് ഗൈഡ് ഹൗ വർക്ക് ഷുഡ് ബി ഡൺ. എങ്ങനെയാണ് നമ്മൾ ആ ഒരു ജോലി ചെയ്യേണ്ടത്, അതിനുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഡയറക്ഷൻ എംപ്ലോയീസിനാണെങ്കിലും ഡിപ്പാർട്ട്മെന്റുകൾക്കാണെങ്കിലും എന്താണ് അതിന്റെ നമ്മുടെ റിസോഴ്സസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഒരു ഡയറക്ഷൻ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? പ്ലാനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? പ്ലാനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് പ്ലാനിങ് റെഡ്യൂസസ് റിസ്ക് ആൻഡ് അൺസർണിറ്റി. നല്ല രീതിക്ക് നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ, ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഭാവിയിലുള്ള അനിശ്ചിതത്വങ്ങളെയും ഭാവിയിൽ വരാൻ സാധ്യതയുള്ള റിസ്കുകളൊക്കെ എന്ത് ചെയ്യുന്ന പറയുന്നേ, കുറയ്ക്കും. അപ്പോ ആദ്യത്തെ എന്താണ്, പ്ലാനിങ് പ്രൊവൈഡ് ഡയറക്ഷൻ ടു ആക്ഷൻ, പ്ലാനിങ് റെഡ്യൂസ് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി. പിന്നെ പറയുന്നത് എന്താണ്, പ്ലാനിങ് ഹെൽപ്പ് ഇൻ അച്ചീവിങ് കോർഡിനേഷൻ ആൻഡ് ഫെസിലിറ്റേറ്റ് കൺട്രോൾ. എന്താണ് പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്, ഇന്റഗ്രേറ്റ് ദ ടാസ്ക് ഓഫ് ദ ഓപ്പറേഷണൽ ലെവൽ thereby മേക്കിംഗ് കോർഡിനേഷൻ മോർ എഫക്റ്റീവ്. കോർഡിനേറ്റ് ചെയ്തിട്ട് നല്ല രീതിയിലുള്ള ഒരു കോർഡിനേഷൻ സംയോജിപ്പിക്കുകയും അതുവഴി എന്താണ് ഏകോപനം, കോർഡിനേഷൻ എന്ന് പറയുന്നത് കൂടുതൽ ഫലപ്രദമാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ പ്ലാനിങ് എന്തിനു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? അച്ചീവിങ് കോർഡിനേഷൻ ആൻഡ് ഫെസിലിറ്റേറ്റ് കൺട്രോൾ. പിന്നെ പറയുന്നതാണ് പ്ലാനിങ് ഫെസിലിറ്റേറ്റ് ഡിസിഷൻ മേക്കിംഗ്. പ്ലാനിങ് പ്രൊവൈഡ് for several alternatives from among which the choice can be made, thus facilitating decision making for managers. In planning, goals are set in advance and predictions are made future. എന്താണ് ഭാവിയിലുള്ള നിരവധി എന്താ പറയാ റെസ്ട്രിക്ഷൻസ് അതെല്ലാം ഉണ്ടെങ്കിൽ എന്താണ് സെവറൽ ഓൾട്ടർനേറ്റീവ്സ് നമുക്ക് ഉണ്ടായിരിക്കും. അപ്പൊ ആ സെവറൽ ഓൾട്ടർനേറ്റീവ്സിൽ നിന്ന് നമ്മൾ എന്താണ് ഒരു ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജർമാർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ കഴിയുന്നുണ്ട് അല്ലെ. അപ്പൊ അതാണ് പ്ലാനിങ് ഫെസിലിറ്റേറ്റ് ഡിസിഷൻ മേക്കിങ്ങിന് എന്ത് സഹായിക്കുന്നുണ്ട്? പ്ലാനിങ് സഹായിക്കുന്നുണ്ട്. പിന്നെന്താണ് പ്ലാനിങ് ലീഡ് ടു ഇക്കോണമി ആൻഡ് എഫിഷ്യൻസി ഇൻ ഓപ്പറേഷൻ. ബെസ്റ്റ് മെത്തേഡ് ആർ സെലക്ടഡ് ഔട്ട് ഓഫ് അവൈലബിൾ ചോയ്സസ് thus reducing overlapping and wasteful activities. എന്താണ് നമ്മൾ എഫിഷ്യൻസി, എന്താണ് നമ്മുടെ പ്ലാനിങ് എന്തിനു സഹായിക്കുന്നുണ്ട്? നമ്മുടെ ഓപ്പറേഷൻസിലുള്ള എഫിഷ്യൻസിയും പ്രോഫിറ്റബിലിറ്റിയും ഒക്കെ ഹെൽപ്പ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് സഹായിക്കുന്നുണ്ട്? നല്ലൊരു പ്ലാനിങ് സഹായിക്കുന്നുണ്ട്. പിന്നെ പറയുന്നതാണ് പ്ലാനിങ് ഈസ് നെസസറി ടു ഫെസിലിറ്റേറ്റ് കൺട്രോൾ. ഇവിടെ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്ലാനിങ് പ്രൊവൈഡ് ദ ബേസിസ് ഓഫ് കൺട്രോൾ. എന്താണ് കൺട്രോൾ ചെയ്യാനുള്ള, നിയന്ത്രിക്കാനുള്ള ഒരു ബേസിസ് ആര് നൽകുന്നുണ്ട്? പ്ലാനിങ് നൽകുന്നുണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ ബിസിനസ്സിലെ ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ അത് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവുമായിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്? കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് നമ്മൾ നല്ല രീതിക്കാണോ പ്ലാനിങ് പോകുന്നത്?
അല്ലെ? ശരിക്കും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെയാണോ ബിസിനസ്സിലെ കാര്യങ്ങൾ നടക്കുന്നത്? അപ്പൊ അതല്ല എന്നുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനൊക്കെ എന്ത് ചെയ്യാണ് നമുക്ക് നമുക്ക് നമ്മുടെ പ്രോസസ്സുകൾ അത് കൺട്രോൾ ചെയ്യാൻ പാകത്തിനാക്കാൻ പറ്റും. ഇപ്പൊ പ്ലാനിങ് ഈസ് നെസസറി ടു ഫെസിലിറ്റേറ്റ് കൺട്രോൾ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എവിടെ പറയാനുള്ളത്? പ്ലാനിങ്ങിന്റെ ഫീച്ചേഴ്സിലും പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടൻസിലും പറയാനുള്ളത്. ഇനി അടുത്തതാണ് പ്ലാനിങ് പ്രോസസ് എന്ന് പറയുന്നത്. പ്ലാനിങ് പ്രോസസ്സിൽ എന്താ പറയുന്നത്? എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഒബ്ജക്റ്റീവ്. ഈ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ബിസിനസ്സിനും ബിസിനസിന്റേതായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്താണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ആദ്യം സെറ്റ് ചെയ്ത് വെക്കണം. എങ്ങനെയാണ്? ബിസിനസിന്റെ ഒബ്ജക്റ്റീവ് ആദ്യം സെറ്റ് ചെയ്ത് വെക്കണം. അതാണ് മേക്കിംഗ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് നമ്മൾ എന്ത് ചെയ്യണം? സെറ്റ് ചെയ്യണം. അത് എന്താണ്? ഗിവ് മാനേജ്മെന്റ് ക്ലാരിറ്റി ഓൺ വാട്ട് നീഡ്. എന്താണ് ആവശ്യം, എന്ത് ഹെൽപ്പാണ് ആ പ്ലാനിങ് നടപ്പിലാക്കാൻ, ആ ഒരു ഒബ്ജക്റ്റീവ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ എന്താണ്? ഒബ്ജക്റ്റീവ് നമ്മൾ സെറ്റ് ആക്കണം. അടുത്താണ് മേക്കിംഗ് അസംഷൻ. എന്താണ് മേക്കിംഗ് അസംഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു പ്ലാനിങ്ങിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് ആണെന്ന് പറയുന്നത് നമുക്ക് മേക്കിംഗ് അസംഷൻ എന്ന് പറയുന്നത്. എന്താണ്? ഫ്യൂച്ചറിലുള്ള ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അസംഷൻസ് മേക്ക് ചെയ്യണം. എക്സ്റ്റേണൽ പ്രിമൈസസ് ഇൻക്ലൂഡ് എന്താണ്? മാർക്കറ്റിലെ ഡിമാൻഡ് മാറാം, കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് മാറാം, കോമ്പറ്റീഷൻ കൂടാം മാർക്കറ്റില്, പുതിയ നിയമങ്ങൾ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യും, ചിലപ്പോൾ പുതിയ റിസോഴ്സസ് വരാം, പുതിയ ടെക്നോളജി വരാം. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഫ്യൂച്ചറിൽ നടക്കും. അപ്പൊ അതൊക്കെ അസംഷൻ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? പ്ലാനിങ് നടത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, ഏതൊക്കെയാണ് ഇന്റേണൽ പ്രിമൈസസിൽ വരുന്നത്? കോസ്റ്റ്, പ്രൊഡക്ഷൻ മെത്തേഡ്, എംപ്ലോയീസ്, മെഷീനറി. അപ്പൊ ഇതൊക്കെ എന്താണ്? ഒരു മാനേജറെ സംബന്ധിച്ചോളം ഇത്രയും കാര്യങ്ങൾ എന്താണ്? ചാലഞ്ചസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ എന്താണ്? യഥാർത്ഥ ഒരു ബോധത്തോടു കൂടെ എന്ത് ചെയ്യണം? അത് പ്ലാൻ ചെയ്യണം. പിന്നെയാണ് ഡെവലപ്മെന്റ് ഓഫ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ഓപ്ഷൻ. നമ്മൾ പറഞ്ഞില്ലേ പ്ലാൻ എ സെറ്റ് ആയില്ലെങ്കിൽ പ്ലാൻ ബി. ഈ ഒരു സ്റ്റെപ്പിൽ എങ്ങനെയാണ്? ഈ ഡിഫറെന്റ് പോസിബിൾ വേ ടു അച്ചീവ് ഗോൾസ് ആർ ഐഡന്റിഫൈ. ഒരുപാട് എന്താണ് ആ ഒരു നമ്മുടെ ഒബ്ജക്റ്റീവിലോട്ട് എത്താനുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടാവും? ചെയ്തു വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഒരുപാട് പ്ലാൻ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കും. ആ ഒരു പ്ലാനിൽ നിന്ന് ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം? ചൂസ് ചെയ്യണം. അപ്പൊ ഓൾട്ടർനേറ്റീവ് ഒബ്ജക്റ്റീവ്സ് എന്താണ്? ഒരുപാട് ഉണ്ടായിരിക്കും. പിന്നെ അടുത്താണ് ഇവാലുവേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സ്. ഇപ്പൊ ഞാൻ പറഞ്ഞു ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട് അല്ലെ? നമുക്ക് ആ ഒരു പ്ലാനിലോട്ട് എത്തപ്പെടാൻ ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. ആ ഓൾട്ടർനേറ്റീവ്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഇവാലുവേറ്റ് ചെയ്യണം. പല മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ആ ഒരു പ്ലാനിനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് അടിപൊളിയായിട്ടുള്ള ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം? തിരഞ്ഞെടുക്കണം. നല്ലൊരു എന്താണ്? ഇവാലുവേറ്റ് ചെയ്ത ശേഷം മാനേജർ എന്ത് ചെയ്യണം? മാക്സിമം ബെനിഫിറ്റ് കിട്ടുന്ന, മിനിമം കോസ്റ്റ് യൂസ് ചെയ്യുന്ന, നമ്മുടെ റിസോഴ്സസ് എല്ലാം കൺസിഡർ ചെയ്യുന്ന, എക്സ്റ്റേണൽ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നോക്കിയിട്ട് നല്ലൊരു ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ നമ്മൾ ചൂസ് ചെയ്യണം. അടുത്തതാണ് അറേഞ്ചിങ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. എന്താണ് ഈ അറേഞ്ചിങ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? What do you mean by arranging and implementation? ഇവിടെ എന്താണ്? ആഫ്റ്റർ ദ മാനേജ്മെന്റ് ഹാസ് ഫൈനലൈസ്ഡ് ദെയർ ചോയ്സ്. മാനേജ്മെന്റ് എന്താണ്? ഫൈനലൈസ് ചെയ്യാണ് അല്ലെ? എന്താണ്? ഈ ഒരു പ്ലാൻ മതി എന്ന് ഫൈനലൈസ് ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബിൽഡ് അപ്പ് ദ നെസസറി സ്ട്രാറ്റജി ആൻഡ് ആക്ഷൻ പ്ലാൻ ഫോർ ഇറ്റ്സ് ഇംപ്ലിമെന്റേഷൻ ഇൻ ഡ്യൂ കൺസൾട്ടേഷൻ വിത്ത് ഓൾ കീ പേഴ്സണൽ ഹു ആർ ടു ഇംപ്ലിമെന്റ് ഇറ്റ്. എന്താണ്? മാനേജ്മെന്റ് അവരുടെ തിരഞ്ഞെടുപ്പ് ഫൈനൽ ആക്കിയ ശേഷം അത് നടപ്പിലാക്കേണ്ട ആരൊക്കെയാണോ ആ പ്ലാൻ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ളത് ആ ഒരു ഉദ്യോഗസ്ഥന്മാരെ എല്ലാം കൂടി ആലോചിച്ചുകൊണ്ട് എന്താണ്? ആ ഒരു പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു എന്താണ്? സ്ട്രാറ്റജീസ് ഉണ്ടാക്കുന്നു. അടുത്താണ് റിവ്യൂ ആൻഡ് ഫോളോ അപ്പ്. റിവ്യൂ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എന്താണ്? ആ ഒരു പ്ലാനിനെ റിവ്യൂ ചെയ്യാണ്. ആ പ്ലാൻ നല്ല രീതിക്കാണോ നടക്കുന്നത്? എല്ലാ കാര്യങ്ങളും ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ സാധിക്കുമോ? അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊരു പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നിരീക്ഷിക്കുന്ന ഘട്ടമാണ് റിവ്യൂ ആൻഡ് ഫോളോ അപ്പിൽ വരുന്നത് കേട്ടോ. ക്ലിയർ? ഓക്കെ ആണോ? പ്ലാനിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മൈക്ക് ഓൺ ആക്കി പറയൂ. ക്ലിയർ ആണോ? ഞാൻ സ്പീഡിൽ പോകുന്നുണ്ടോ? എനിക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുണ്ടോ? ഒരു മിനിറ്റ്. എന്തായിരുന്നു? ഹലോ ഹലോ, കേക്കുണ്ടോ? കേക്കാണ്ട് മാം. ഓക്കെ അല്ലേ? മനസ്സിലാവുന്നില്ലേ? മനസ്സിലാവുണ്ട് മാം. മനസ്സിലാവുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രല്ലേ ഇപ്പൊ പറയുന്നത്?
എക്സാമിന് വരാൻ സാധ്യതയുള്ള. അതെ അതെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ. ഓക്കെ, റെക്കോർഡ് എന്തായാലും ഉണ്ടായിരിക്കും, ടെൻഷൻ അടിക്കണ്ടേ. ഓക്കെ, ഓക്കെ നമുക്ക് മാം. ഓർഗനൈസിംഗിലോട്ട് പോവാം. ഓർഗനൈസിംഗ് എന്ന് പറയുന്നത് എന്താ? ഓർഗനൈസിംഗ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ define and identify and grouping of activities in an organization and bringing together as a physical, financial and human resources for developing productive relationship among them for achieving the laid down objective. എന്താണ് പ്രവർത്തനങ്ങൾ, എന്തൊക്കെ പ്രോസസ് ആണ് ആ ബിസിനസ്സിൽ ഉള്ളത്, അത് ഐഡന്റിഫൈ ചെയ്യുകയും അതിന് നമ്മൾ എന്ത് ചെയ്യാണ്, തരംതിരിക്കുകയും നമ്മുടെ ബിസിനസിന്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ പ്രൊഡക്ടിവിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബന്ധം വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ എന്താണ് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഓർഗനൈസിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ബിസിനസിന്റെ എന്താണ് ബിസിനസ്സിലെ ആക്ടിവിറ്റീസ് അത് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ബിസിനസിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ബിസിനസിന്റെ ഇടയിലുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് ഒരു കോർഡിനേഷനോട് കൂടി കൊണ്ടുപോവുക എന്നുള്ളതാണ്. എന്താണ് തരംതിരിക്കുക, നമ്മുടെ ബിസിനസ്സിലുള്ള പ്രോസസ്സുകളെ തരംതിരിച്ചിട്ട് എന്താണ് നമ്മുടെ ബിസിനസിന്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ സ്വരുക്കൂട്ടാണ് എവിടെ ചെയ്യുന്നത്, നമ്മുടെ ഓർഗനൈസിംഗിൽ ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഓഫ് ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്? ആദ്യത്തെയാണ് ഓർഗനൈസിംഗ് ഈസ് എൻ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ. ഒരു മാനേജ്മെന്റിന്റെ ഫംഗ്ഷനിൽ അല്ലെ, മാനേജ്മെന്റ് പ്രോസസ്സിൽ ഓർഗനൈസിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. എങ്ങനെയാണ്? ഇറ്റ് ഫോളോ ദ ഫംഗ്ഷൻ ഓഫ് പ്ലാനിങ് ആൻഡ് ഈസ് കൺസിഡേർഡ് വിത്ത് ബ്രിങ്ങിങ് ദ റിസോഴ്സസ് ടുഗെദർ. നമുക്ക് നമ്മുടെ ബിസിനസിന്റെ പ്ലാനിങ്ങിനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഓർഗനൈസ് ചെയ്യുന്നത് അല്ലെ. നമ്മുടെ ബിസിനസിന്റെ റിസോഴ്സസ് എന്താണ് ഒരുമിച്ച് കൊണ്ടുവരികയും നമ്മുടെ ഒരു സ്ട്രക്ചർ, ബിസിനസിന് ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഫോർമുലേറ്റ് ചെയ്യുകയും നമ്മുടെ ബിസിനസ്സിനുള്ള അതോറിറ്റി റെസ്പോൺസിബിലിറ്റി ഒക്കെ എന്ത് ചെയ്യാണ്, ഡിഫൈൻ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു എന്താ പറയാ, ഒരു കോർഡിനേറ്റഡ് എഫേർട്ട് ആണ് എന്തെന്ന് പറയുന്നത്, ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്, ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ ഒന്നാണ് ഓർഗനൈസിംഗ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഓർഗനൈസിംഗ് എന്ന് പറയുന്നത് എന്താണ്, പ്ലാനിങ് പോലെ തന്നെ ഒരു എന്താണ് ബിസിനസിന്റെ ആക്ടിവിറ്റീസ് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്, അതിനെ ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്, ജോബ് അസൈൻ ചെയ്യുന്നുണ്ട്. അപ്പോ പ്ലാനിങ് പറഞ്ഞപ്പോ എന്ത് പറഞ്ഞു, കണ്ടിന്യൂസ് പ്രോസസ് ആണ് പറഞ്ഞു. അതേപോലെ തന്നെയാണ് ഓർഗനൈസിംഗും എന്താണ്, ഒരു കണ്ടിന്യൂസ് പ്രോസസ്. ഓർഗനൈസിംഗ് ഈസ് അല്ലെ, പ്ലാനിങ് ഈസ് പെർവാസീവ് ഫംഗ്ഷൻ. അതുപോലെ ത്തിലും ടോപ്പ് ലെവൽ ആവട്ടെ, മിഡിൽ ലെവൽ ആവട്ടെ, ലോവർ ലെവൽ ആവട്ടെ, ബിസിനസ് എല്ലാ ലെവലിലും എന്തുണ്ട്, ഓർഗനൈസിങ് ഉണ്ട്. അതുപോലെ എന്താണ്, ഓർഗനൈസേഷൻ ഈസ് ഗോൾ ഓറിയന്റഡ്. പ്ലാനിങ് നമ്മൾ പറഞ്ഞു ഗോൾ ഓറിയന്റഡ് ആണ്, പ്ലാനിങ്ങിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള ഫങ്ഷൻസ് ഒക്കെ വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഓർഗനൈസിങ് എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് പറയാം, ഒരു ഗോൾ ഓറിയന്റഡ് പ്രോസസ് ആണ് എന്ന് പറയാം. ലക്ഷ്യബോധത്തോടു കൂടിയുള്ള അല്ലെ, ലക്ഷ്യം നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്. ഓർഗനൈസിംഗ് ഇൻവോൾവ് കോർഡിനേഷൻ. ഓർഗനൈസിംഗിൽ എന്തുകൂടെ വരുന്നുണ്ട്, കോർഡിനേഷൻ കൂടെ വരുന്നുണ്ട് അല്ലെ. ആരുടെ കോർഡിനേഷൻ അവിടെ പറയുന്നത്, എംപ്ലോയീസിന്റെ ആണെങ്കിലും റിസോഴ്സസിന്റെ ആണെങ്കിലും ഒരു ഓർഗനൈസ്ഡ് എഫേർട്ട് എവിടെ ഉണ്ടായിരിക്കും, നമ്മുടെ കോർഡിനേഷനിൽ ഉണ്ടായിരിക്കും, ഓർഗനൈസിംഗിൽ ഉണ്ടായിരിക്കും. അപ്പൊ ഓർഗനൈസിംഗ് ഈസ് ഇൻവോൾവ് കോർഡിനേഷൻ. ദെൻ ഓർഗനൈസിംഗ് ഇസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. ഇപ്പൊ ഒരു ബിസിനസിനെ സംബന്ധിച്ച് അവിടുത്തെ മാനേജർ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രോസസ് നടക്കില്ല. അതിൽ ആരൊക്കെ വേണം, നമ്മുടെ ബിസിനസിന്റെ വിവിധ എല്ലാ ലെവലിലും വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ സഹകരണം ആവശ്യമാണ്, ഡിപ്പാർട്ട്മെന്റുകളിലെ കോർപ്പറേഷൻ ആവശ്യമാണ്. ഓർഗനൈസിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസിന്റെ എല്ലാ ഗ്രൂപ്പുകളിലും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും ജീവനക്കാർക്കിടയിൽ ഉണ്ടാവുന്ന ഒരു കോർഡിനേഷൻ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഓർഗനൈസിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഓർഗനൈസിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഇസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. ദെൻ ഓർഗനൈസിംഗ് എസ്റ്റാബ്ലിഷസ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ്. ഓർഗനൈസിംഗ് എന്ത് ഡിഫൈൻ ചെയ്യുന്നുണ്ട്, ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, ആരാണ് റെസ്പോൺസിബിൾ ആയിരിക്കേണ്ടത്. അപ്പൊ ഒരു അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ആര് ഡിഫൈൻ ചെയ്യുന്നുണ്ട്, ഓർഗനൈസിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നുണ്ട്.
അല്ലെ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓർഗനൈസിങ്ങിന്റെ പ്രോസസ് ആണ്, അഥവാ പ്രോസസ് ഓഫ് ഓർഗനൈസേഷൻ. അതിൽ ആദ്യത്തെയാണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ആക്ടിവിറ്റി. നമ്മുടെ ബിസിനസ്സിലുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം. ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തതായിരിക്കും അല്ലെ? അപ്പൊ ഒരുപാട് ആക്ടിവിറ്റീസ് എവിടെ ഉണ്ടായിരിക്കും? ബിസിനസ്സിൽ ഉണ്ടായിരിക്കും. അപ്പൊ ആ ബിസിനസിന്റെ ആക്ടിവിറ്റി നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. അതാണ് ആദ്യത്തെ എന്തെന്ന് പറയുന്നത്? ഓർഗനൈസിങ്ങിന്റെ പ്രോസസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റി. ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആക്ടിവിറ്റീസ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പരിപാടിയാണ് എന്തെന്ന് പറയുന്നത്? ഗ്രൂപ്പ് ചെയ്യാന്ന് പറയുന്നത്. ഇങ്ങനെയാണ് രണ്ട് വഴിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ഒന്നല്ലെങ്കിൽ അതിന്റെ സിമിലർ നാച്ചർ വെച്ചിട്ട് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ഒരു ബിസിനസ്സിലെ ആക്ടിവിറ്റീസിനെല്ലാം ഐഡന്റിഫൈ ചെയ്യുന്നു. ആ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഗ്രൂപ്പ് ചെയ്യുന്നു. ഇനി ആ ഗ്രൂപ്പ് ചെയ്തതിന് നമ്മൾ എന്താണ്? ആഫ്റ്റർ ദ ഓർഗനൈസേഷൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അസൈൻമെന്റ് ഓഫ് ഡ്യൂട്ടീസ് അസൈൻ ചെയ്യുക അല്ലെ? ഇവിടെ എന്താണ് പറയുന്നത്? ആഫ്റ്റർ ദ ഓർഗനൈസേഷൻ is divided into specialized department or division, the next step is to assign and allot duties to various job position employees matching their qualification and skill. The work assigned must match their ability so as to enable them to perform well and successfully. എന്താണ്? ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് വിവിധ ഡിപ്പാർട്ട്മെന്റുകളായിട്ട്, വിവിധ വകുപ്പുകളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞാലുള്ള പരിപാടി എന്താണ്? ഓരോ എംപ്ലോയീസിന്റെയും എലിജിബിലിറ്റിക്ക് അനുസരിച്ച്, അവരുടെ സ്കില്ലിനനുസരിച്ച് എന്താണ്? അവർക്ക് അവരുടേതായ പൊസിഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഓർഗനൈസിങ്ങിന്റെ മൂന്നാമത്തെ പ്രോസസ്സിൽ വരുന്നത്. എന്താണ്? അസൈനിങ് ഡ്യൂട്ടീസ് ഏൽപ്പിക്കുക. നാലാമത്തെയാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി മീൻസ് എന്താണ്? അധികാരം ഏൽപ്പിക്കുക അല്ലെ? മിയർ അസൈൻമെന്റ് ഓഫ് ടാസ്ക് വിൽ നോട്ട് എൻഷുർ ദെയർ കോമ്പറ്റീഷൻ until the employees are given the right amount of authority to carry out the task. On the basis of the responsibility given to employee, they are also to be given the necessary authority to ensure effective performance. ഇവിടെ എന്താ പറയുന്നത്? നമുക്ക് ബിസിനസ്സിൽ നമ്മുടെ എംപ്ലോയീസിന് ജോലി അസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതെന്താണ്? അവർക്ക് ആ ഒരു ജോലി അവരെ ഏൽപ്പിക്കുക. ആ ഒരു ജോലി അവരെ ഏൽപ്പിച്ചാൽ മാത്രം ആ ഒരു പ്രോസസ്സ് അവിടെ എന്ത് ചെയ്യുന്നില്ല. അവർക്ക് എന്താണ്? അവർക്ക് ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തില് അവരുടെ ഒരു പെർഫോമൻസിന്റെ എഫിഷ്യൻസി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റോൾ അവർക്ക് നൽകണം. ദാറ്റ് ഈസ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. ഇനി നമ്മൾ പറയുന്നത് എന്താണ്? ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. എന്താണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസിന്റെ ഉള്ളിൽ തന്നെ രൂപം കൊള്ളുന്ന ഒരു ഡിപ്പാർട്ട്മെന്റുകളാണ് നമുക്ക് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. എസ്റ്റാബ്ലിഷ്ഡ് പാറ്റേൺ ഓഫ് റിലേഷൻഷിപ്പ് എമംഗ് ഡിപ്പാർട്ട്മെന്റ്, ഡിവിഷൻ, ഇൻഡിവിജ്വൽ ആൻഡ് അച്ചീവ് വെൽ ഡിഫൈൻഡ് ഗോൾസ്. നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയാൻ പറ്റും. പക്ഷെ ഇൻഫോർമൽ ഓർഗനൈസേഷനിലോട്ട് വരുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ ആ ഒരു ഗ്രൂപ്പുകൾക്കിടയിൽ ഉണ്ടാകുന്ന സൗഹൃദങ്ങളാണ്, ഇൻഡിവിജ്വലി അവർ ക്രിയേറ്റ് ചെയ്യുന്ന റിലേഷൻഷിപ്പ് ആണ് ഇവിടെ വരുന്നത് ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ വരുന്നത്. എങ്ങനെയാണ്? നമ്മുടെ ബിസിനസിന്റെ ഉള്ളില് ബിസിനസിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ വേണ്ടിയിട്ട് വിവിധ ഡിപ്പാർട്ട്മെന്റുകളും വിവിധ ഡിവിഷനുകളും ആക്കി തിരിച്ചതിന് നമുക്ക് എന്ത് പറയാം? നമ്മുടെ ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയാം. ഇനി ഇൻഫോർമലിലോട്ട് വരുമ്പോൾ എങ്ങനെയാണ്? ആ ഒരു ഫോർമൽ ഓർഗനൈസേഷന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ചെറിയൊരു ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊക്കെ ജോലി ചെയ്യുന്നവരാണ് അല്ലെ? ഒരുപാട് പേര് ആ ജോലി സ്ഥലത്ത് ഉണ്ടായിരിക്കും. നമ്മളൊക്കെ എങ്ങനെയാണ്? നമ്മുടെ ബിസിനസ്, നമ്മുടെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും വർക്ക് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഫോർമൽ ഓർഗനൈസേഷൻ. ഈ ഒരു ഓഫീസിന്റെ ഉള്ളിൽ നമുക്കൊരു ഫ്രണ്ട്സ് ഗ്യാങ് ഉണ്ടായിരിക്കില്ലേ? ഇല്ലേ? ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നവരല്ലേ? ഈ ഓഫീസിന്റെ ഉള്ളിൽ നമുക്ക് എന്തുണ്ടായിരിക്കും? ഒരു ഫ്രണ്ട്സ് ഗ്യാങ് ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. അത്രേ ഉള്ളൂ. ഓക്കെ. എങ്ങനെയാണ് ഈ ഫോർമൽ ഓർഗനൈസേഷൻ ക്രിയേറ്റ് ആവുന്നത്? മാനേജ്മെന്റ് ആണ് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്? ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ് ഫോർമൽ ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെ? പക്ഷെ ഇൻ ദ കേസ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? നമ്മുടെ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണോ? അല്ല. ആരാണ്? നമ്മൾ തന്നെത്താനെ അങ്ങ് ക്രിയേറ്റ് ചെയ്ത് വരുന്നതാണ്.
പക്ഷെ ഫോർമൽ ഓർഗനൈസേഷന്റെ കേസിൽ ഇവിടെ ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? നമ്മുടെ ടോപ്പ് മാനേജ്മെന്റ് ആണ്. എന്താണ് ഫോർമൽ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്? നമ്മുടെ ബിസിനസിന്റെ ഒബ്ജക്റ്റീവ് തന്നെയാണ് എവിടെയും വരിക, ഫോർമൽ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവിലും വരിക. പക്ഷെ ഇൻഫോർമൽ ഓർഗനൈസേഷന്റെ കേസിൽ എങ്ങനെയാണ്? അവിടെ എന്താ, അവരുടെ ഒരു ഗ്രൂപ്പിന്റെ ഇൻഡിവിജ്വൽസിന്റെ മെമ്പേഴ്സിന്റെ ഒരു എന്താ പറയാ ഒരു നീഡുകൾ സാറ്റിസ്ഫൈ ചെയ്യാനുള്ളതാണ് ഫോർമൽ. ഇൻഫോർമൽ ഓർഗനൈസേഷൻ ദാറ്റ് മീൻസ് ജസ്റ്റ് ചില്ല് ചെയ്യുക, സംസാരിച്ചിരിക്കുക, അത്രയൊക്കെ ഉള്ളൂ അവിടെ വരുന്നത് കേട്ടോ. അതോറിറ്റി എന്ന് പറയുന്നത് എന്താണ്? ക്ലിയർലി ഡിഫൈൻ ചെയ്തിരിക്കും. ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഉണ്ടായിരിക്കും, ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. പക്ഷെ ഇൻ ദ കേസ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ അവിടെ അങ്ങനെ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന കാര്യമില്ല. നേച്ചർ എങ്ങനെയാണ്? ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു പെർമനന്റ് ആണ്. ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ടെമ്പററി ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്ലാനിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. ഇതന്ന് യൂട്യൂബ് ലൈവിൽ എടുക്കാൻ വെച്ചതായിരുന്നു, പക്ഷേ അന്ന് സമയമില്ലാത്ത കാരണം മുഴുവൻ എടുത്തില്ല. ദാറ്റ് മീൻസ് പ്ലാനിങ്ങിന്റെ ഭാഗം കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മുടെ 7ാമത്തെ ചാപ്റ്റർ ഇവിടെ എൻഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് സെക്ഷനിലാണ് നമുക്ക് എവിടെ എന്ത് പഠിക്കാനുള്ളത്? ലെസൺ 8 പഠിക്കാനുള്ളത് കേട്ടോ. ഓക്കെ അല്ലേ? മൈക്കോണാക്കൂ. യെസ് മാം. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ഇനി നമുക്ക് ലെസൺ 7 പഠിച്ചു. 3 കഴിഞ്ഞു, 5 കഴിഞ്ഞു, 7 കഴിഞ്ഞു. ഇനി ലെസൺ 8 സ്റ്റാഫിംഗ് ആൻഡ് ഡയറക്ഷൻ എന്ന് പറയുന്ന ഏരിയ ആണ് കേട്ടോ. ഓക്കെ, അപ്പോ ലെസൺ 8 സ്റ്റാഫിംഗ് ആൻഡ് ഡയറക്ടിങ്. സ്റ്റാഫിംഗ് ആൻഡ് ഡയറക്ടിങ്ങിലോട്ട് പോവാം. സ്റ്റാഫിംഗ് ദാറ്റ് മീൻസ് എന്താണ്? സ്റ്റാഫിംഗ് ഈസ് ദ മാനേജീരിയൽ പ്രോസസ് ഓഫ് അക്വയറിംഗ്, ഡെവലപ്പിംഗ് and maintaining a workplace to achieve organizational goals. എന്താണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്? നമ്മുടെ ബിസിനസിന്റെ ഓർഗനൈസേഷണൽ ലക്ഷ്യങ്ങൾ അല്ലെ, നമ്മുടെ ബിസിനസിന്റെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മളൊരു വർക്ക് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ്. ആ ഒരു വർക്ക് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുകയും ആ ഒരു വർക്ക് ഫോഴ്സിനെ നിലനിർത്തുകയും ചെയ്യുന്ന മാനേജ്മെന്റിന്റെ ഒരു പ്രോസസ്സാണ് എന്ത് എന്ന് പറയുന്നത്? സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ എഴുതാം, ഒരു മാനേജീരിയൽ ആക്ടിവിറ്റി പ്രോസസ് ആണ്. സ്റ്റാഫിംഗ് ഈസ് ദ മാനേജീരിയൽ പ്രോസസ് ഓഫ് അക്വയറിംഗ്, ഡെവലപ്പിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് വർക്ക് ഫോഴ്സ് ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഗോൾ. ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങള് കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ്? ഒരു വർക്ക് ഫോഴ്സിനെ ഏറ്റെടുക്കുകയും ആ ഒരു വർക്ക് ഫോഴ്സിനെ ഡെവലപ്പ് ചെയ്യുകയും അതിനെന്താണ്? നിലനിർത്തുക അല്ലെ, മെയിൻറ്റെയിൻ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതിനെയാണ്, അത്തരത്തിലുള്ള ഒരു പ്രോസസ്സാണ് എന്ത് എന്ന് പറയുന്നത്? നമ്മുടെ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ഡിറ്റർമൈനിങ് മാൻ പവർ നീഡ്സ്. ഇവിടെ എന്താണ്? അസസിങ് ദ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് എംപ്ലോയീസ് റിക്വയർഡ്. എന്താണ് എംപ്ലോയീസിന് വേണ്ട ക്വാളിറ്റി ക്വാണ്ടിറ്റി ഒക്കെ ഇവിടെ അസസ് ചെയ്യുന്നുണ്ട്. അതുപോലെ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ പറയുമ്പോൾ എന്താണ്? നമ്മൾ നമ്മുടെ എംപ്ലോയീസിന് എന്താണ്? സ്യൂട്ടബിൾ കാൻഡിഡേറ്റിനെ ചൂസ് ചെയ്യുന്ന ഏരിയ ആണ് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ എന്ന് പറയുന്നത്. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്താണ്? ഈ ഒരു സെലക്ട് ചെയ്ത എംപ്ലോയീസിനെ എങ്ങനെയാണ് ജോലി ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ട്രെയിനിങ് കൊടുക്കലാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അടുത്തതാണ് കോമ്പൻസേഷൻ ആൻഡ് പെർഫോമൻസ് അപ്രൈസൽ. അവര് നല്ല ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? കോമ്പൻസേഷൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ എന്താണ് അവരുടെ ജോലി, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് ഇവാലുവേറ്റ് ചെയ്യുന്നതും ഇതിൽ വരുന്നതാണ് അല്ലെ. അപ്പോ ഇനി അടുത്തതിലോട്ട് പോവാം. അടുത്ത എന്താ പറയുക? സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ കണ്ടിന്യൂസ് ആൻഡ് ഡൈനാമിക് പ്രോസസ്. സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അതുപോലെ എന്ത് പറയാം? സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. ഇറ്റ് ഈസ് ഓൾസോ എ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് management, encompassing broader aspect like promotions, transfer and employee relation. എങ്ങനെയാണ്? പ്രൊമോഷൻ, ട്രാൻസ്ഫർ, എംപ്ലോയി റിലേഷൻ തുടങ്ങിയിട്ടുള്ള ഒരു വൈഡ് ആയിട്ടുള്ള പാർട്ട്, ഇന്റഗ്രൽ പാർട്ടാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഇന്റഗ്രൽ പാർട്ടാണ് എന്തിന്റെ? നമ്മുടെ റിസോഴ്സസിന്റെ, ഹ്യൂമൻ റിസോഴ്സസിന്റെ ഒരു ഇന്റേണൽ പാർട്ടാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ഇഫക്റ്റീവ് സ്റ്റാഫിംഗ് ഈസ് എ ക്രൂഷ്യൽ ഫോർ ഓർഗനൈസേഷൻ സോഴ്സ്. ഇവിടെ എന്താണ് പറയുന്നത്? നമ്മുടെ
ഈ ജീവനക്കാരുടെ നിയമനം, അതായത് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസിന്റെ ഓർഗനൈസേഷന്റെ സക്സസിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഏതൊരു സംരംഭമാണെങ്കിലും ഏതൊരു ബിസിനസ് ആണെങ്കിലും എംപ്ലോയീസിന്റെ പൊട്ടൻഷ്യൽ അവിടെ ഉണ്ടെങ്കിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. എംപ്ലോയീസിന്റെ എഫേർട്ടിനാണ് അവിടെ പ്രാധാന്യം അല്ലേ? അപ്പൊ എന്താണ് ഇത് ക്രൂഷ്യൽ ആണെന്ന് പറയാൻ കാരണം, ഒരു ഓർഗനൈസേഷന്റെ സക്സസിന് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് ഇഫക്റ്റീവ് ആൻഡ് ക്രൂഷ്യൽ ആണെന്ന് പറയാനുള്ള കാരണം എന്താണ്? ഇംപ്രൂവ്ഡ് പ്രൊഡക്ടിവിറ്റി. എന്താണ്? ട്രെയിൻഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് വഴി എന്ത് ഇംപ്രൂവ് ചെയ്യും? നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യും. അതുപോലെ മറ്റൊന്നാണ് എൻഹാൻസ്ഡ് ജോബ് സാറ്റിസ്ഫാക്ഷൻ ത്രൂ ഡെവലപ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് കരിയർ അഡ്വാൻസ്മെന്റ്. ദെൻ എൻഹാൻസ് ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്താണ്? അവരുടെ കരിയർ നല്ല രീതിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു എൻഹാൻസ്മെന്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇൻക്രീസ്ഡ് ഓർഗനൈസേഷൻ ഹാർമണി ത്രൂ ഫെയർ പെർഫോമൻസ് അപ്രൈസൽ പ്രൊമോഷൻ ആൻഡ് ക്ലിയർ പോളിസീസ്. എന്താണ്? നല്ല രീതിക്കാണ് അവർ പെർഫോമൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ പെർഫോമൻസ് വാല്യൂ ചെയ്യുന്നുണ്ട്, ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്, അവർക്ക് പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട്, അവർക്ക് എന്താണ് ബാക്കിയുള്ള പോളിസീസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ഓൺ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റാഫിങ്ങിന്റെ പ്രോസസ് ആണ്. നമ്മൾ കുറച്ചു മുന്നേ എന്തിന്റെയൊക്കെ പ്രോസസ്സ് പഠിച്ചു? പ്ലാനിങ്ങിന്റെ പ്രോസസ്സ് പഠിച്ചു, അതുപോലെ തന്നെ നമ്മുടെ ഓർഗനൈസിങ്ങിന്റെ പ്രോസസ്സ് പഠിച്ചു. ഇനി അടുത്തതാണ് സ്റ്റാഫിങ്ങിന്റെ പ്രോസസ്സ് പഠിക്കുന്നത്. സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് ഇതിന്റെ എക്സ്പ്ലനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിന്റെ മുന്നേ ഈ ഒരു ഡയഗ്രാം വെച്ച് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്ത് തരാം? ഈ ഒരു ഡയഗ്രാം വെച്ചിട്ട് തന്നെ ഇത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇതിന്റെ എക്സ്പ്ലനേഷൻ നോട്ട് അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വെച്ചിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. മാൻ പവർ പ്ലാനിങ്. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു ഓർഗനൈസേഷൻ, ആ ഒരു ഓർഗനൈസേഷന് എത്ര എംപ്ലോയീസ് വേണം, അതായത് ഇപ്പോൾ നമ്മളൊരു ജോലി ഇല്ലേ, ആ ജോലി എത്ര എംപ്ലോയീസ് നമുക്ക് ആവശ്യമാണ്, എത്ര എണ്ണം ആൾക്കാർ വേണം, മാൻ പവർ പ്ലാൻ ചെയ്യുക. അതായത് ഹ്യൂമൻ റിസോഴ്സസ്. നമ്മളൊരു ബിസിനസ് തുടങ്ങി, ആ ഒരു ബിസിനസ്സിലോട്ട് എത്ര ജോലിക്കാരെ ആവശ്യമുണ്ട്, ഏതൊക്കെ ജോലിയാണ് ഇവിടെ വേക്കൻസി വരുന്നത്, എത്ര ജോലിക്കാരെ ആവശ്യമുണ്ട്, അത് പ്ലാൻ ചെയ്യുന്നതാണ്. ഹ്യൂമൻ റിസോഴ്സസിനെ അല്ലെങ്കിൽ മാൻ പവറിനെ പ്ലാൻ ചെയ്യാണ് ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത്. എന്ത് പറയണത്? മാൻ പവർ പ്ലാനിങ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ. രണ്ടാമത്തെയാണ് ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്. എന്താണ് ജോബ് അനാലിസിസ്? എന്താണ് ജോബ് അനാലിസിസ് എന്ന് പറയുമ്പോ നമ്മുടെ ഓക്കെ, ജോബ് അനാലിസിസ് എന്താണ്? ജോലിന്റെ എന്താണ് നേച്ചർ, എങ്ങനെയാണ്, അതാണ് ആ ഒരു ജോബ് അനാലിസിസ് വരുന്നത്. മൂന്നാമത്തെയാണ് റിക്രൂട്ട്മെന്റ്. ദാറ്റ് മീൻസ് എല്ലാവർക്കും അറിയാം, ഇന്റർവ്യൂ പോലെ ഒന്നാണ് അല്ലെ, നമ്മൾ ജോലിക്കാരനെ ഇന്റർവ്യൂ ചെയ്യുക അല്ലെ, റിക്രൂട്ട് ചെയ്യുക, ആവശ്യമുള്ള ജോലിക്കാരെ നമ്മുടെ സ്ഥാപനത്തിലോട്ട് റിക്രൂട്ട് ചെയ്യലാണ് മൂന്നാമത്തെ പ്രോസസ്സിൽ വരുന്നത്. ആ റിക്രൂട്ട് ചെയ്ത എംപ്ലോയീസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? അവരെ സെലക്ട് ചെയ്യലാണ് എവിടെ വരുന്നത്? സെലക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അവരെന്ത് ചെയ്യും? പ്ലേസ്മെന്റ് ചെയ്യും അല്ലെ, പ്ലേസ്മെന്റ് കൊടുക്കുന്നു. അതിനുശേഷം ഇൻഡക്ഷൻ, എന്താണ് ഈ ജോലിയുടെ നേച്ചർ, എങ്ങനെയാണ് ആ ജോലി എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ആ എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നു. ആറാമത്തെ സ്റ്റെപ്പില് അവർക്ക് ആവശ്യമായുള്ള ട്രെയിനിങ് കൊടുക്കുന്നു, പെർഫോമൻസ് അപ്രൈസൽ ചെയ്യുന്നു, അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കുന്നു, അവരെന്ത് ചെയ്യുന്നു? പ്രൊമോഷൻ ആൻഡ് ട്രാൻസ്ഫർ. ഇതാണ് എന്തിന്റെ പ്രോസസ് എന്ന് പറയുന്നത്? സ്റ്റാഫിങ്ങിന്റെ പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്താണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഐഡന്റിഫൈങ്, അട്രാക്ടിങ് ആൻഡ് സോഴ്സിങ് suitable candidate for job vacancy within an organization. ഒരു ഓർഗനൈസേഷനിലെ എന്താ പറയാ, എത്ര എംപ്ലോയീസ് വേണം, അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യം, എത്ര ജോബ് വേക്കൻസീസ് ഉണ്ട്, എത്ര അങ്ങനത്തെ അനുയോജ്യമായ എംപ്ലോയീസിനെ ഐഡന്റിഫൈ ചെയ്യുകയും അവരെ അട്രാക്ട് ചെയ്യുകയും അവരെ കണ്ടെത്തുന്ന ഘട്ടത്തെയാണ് ഒരു റിക്രൂട്ട്മെന്റിലെ പ്രധാനപ്പെട്ട ഘട്ടമാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഒരു സ്റ്റാഫിങ്ങിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഏതെന്ന് പറയുന്നത്? റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. റിക്രൂട്ട്മെന്റ് ഇൻവോൾവ് ക്രിയേറ്റിംഗ് പൂൾ ഓഫ് പൊട്ടൻഷ്യൽ എംപ്ലോയീസ്. എന്താണ്? പൊട്ടൻഷ്യൽ എംപ്ലോയീസിനെ ക്രിയേറ്റ് ചെയ്യുന്നത് ഉൾപ്പെടുന്ന ഒരു പ്രോസസ് ആണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പ് ഓഫ് റിക്രൂട്ട്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ രണ്ട് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ഉണ്ട്. ഏതൊക്കെയാണത്?
ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റും എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റും. ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്തൊക്കെയാണ് വരിക? ട്രാൻസ്ഫർ വരും, പ്രൊമോഷൻ ഒക്കെ എന്തിൽ വരുന്നതാണ്? ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിൽ വരുന്നതാണ്. അപ്പൊ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിൽ എന്തൊക്കെയായിരിക്കും വരിക? അഡ്വർടൈസ്മെന്റ്, ജോബ് എക്സ്ചേഞ്ച്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റെഫറലുകളൊക്കെയാണ് ഇവിടെ വരിക, നമ്മുടെ എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റിൽ വരിക. ദെൻ the choice of recruitment source depend on the job requirement. അതായത് ഇപ്പൊ പ്രൊമോഷൻ ആണോ വേണ്ടത്, ദാറ്റ് മീൻസ് ഇന്റേണൽ സോഴ്സ് ആണോ വേണ്ടത്, എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണോ വേണ്ടത്, നമ്മൾ എങ്ങനെയാ സെലക്ട് ചെയ്യുക? നമ്മുടെ ജോലിന്റെ നേച്ചർ അനുസരിച്ചാണ് നമ്മൾ അത് സെലക്ട് ചെയ്യുക അല്ലെ. ഇനി അടുത്താണ് ഇന്റേണൽ റിക്രൂട്ട്മെന്റ്. ഇന്റേണൽ റിക്രൂട്ട്മെന്റ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിലുള്ള എംപ്ലോയീസിനെ ഒന്നല്ലെങ്കിൽ പ്രൊമോഷൻ ചെയ്യുക, അതല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുക. ആ ഒരു ഇതാണ് എന്തിൽ വരുന്നത്? ഇന്റേണൽ റിക്രൂട്ട്മെന്റിൽ വരുന്നത്. എങ്ങനെയാണ്? ട്രാൻസ്ഫർ, നമ്മുടെ എംപ്ലോയീസിന്റെ റെസ്പോൺസിബിലിറ്റിയിലും അവരുടെ ശമ്പളത്തിലും മാറ്റം വരാതെ ഒരു ജീവനക്കാരനെ ജോലിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മള് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ട്രാൻസ്ഫർ? ട്രാൻസ്ഫറും പ്രൊമോഷനും എന്തിന്റെ ഭാഗമാണ്? ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിന്റെ ഭാഗമാണ്. അപ്പൊ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരു വ്യക്തി, ഒരു എംപ്ലോയീസിനെ, ഒരു എംപ്ലോയിയെ ആ എംപ്ലോയിന്റെ പൊസിഷൻ, ദാറ്റ് മീൻസ് ജോലിയുടെ സ്ഥാനത്തിലും, ദാറ്റ് മീൻസ് ഉത്തരവാദിത്തങ്ങളിലും ഉള്ള സാലറിയിലൊന്നും മാറ്റമില്ലാണ്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ആ എംപ്ലോയിയെ മാറ്റുന്നതാണ് ട്രാൻസ്ഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ പ്രൊമോഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആൾക്ക് ജോലി മാറും, സാലറി മാറും അല്ലെ. അപ്പൊ അതാണ് ഇന്റേണൽ സോഴ്സ് എന്ന് പറയുന്നത്. ഇനി എക്സ്റ്റേണൽ സോഴ്സിൽ എന്താണ് വരിക? എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറയുന്നത് പുറത്തു നിന്നുള്ള ഉദ്യോഗാർത്ഥികളെ, പുറത്തു നിന്നുള്ള കാൻഡിഡേറ്റ്സിനെ നമ്മൾ എന്താണ് നിയമിക്കുന്നത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റിൽ വരുന്നത് അല്ലെ. ഏതൊക്കെയാണ് കോമൺ എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റുകൾ വരുന്നത്? മീഡിയ അഡ്വർടൈസ്മെന്റ്, നമ്മൾ നമ്മുടെ ന്യൂസ് പേപ്പറിലും മാഗസീനിലും ഒക്കെ കൊടുക്കുന്ന പരസ്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പരസ്യം കൊടുക്കുന്നത്, ഓരോ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ക്യാമ്പസ് പ്ലേസ്മെന്റ് വഴി ജോലി കിട്ടില്ലേ, അതൊക്കെ എന്താണ്? എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് മെത്തേഡ് ആണ്. അതുപോലെ എന്തെങ്കിലും പോസ്റ്റർ കണ്ടിട്ടോ അപ്ലിക്കേഷൻ കണ്ടിട്ടോ ഒക്കെ വരുന്നതാണ് ഈ അൺസോളിസിറ്റേറ്റഡ് അപ്ലിക്കേഷൻസ് അല്ലെ. കമ്പനി ജോലി ചെയ്യാൻ താല്പര്യമുണ്ട് എന്നൊക്കെ നമ്മൾ പ്രകടിപ്പിക്കുന്ന ഇതാണ് ഈ ഒരു അൺസോളിസിറ്റേറ്റഡ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അതുപോലെ ഒന്നുണ്ട് കേട്ടോ, റിക്രൂട്ട്മെന്റ് അറ്റ് ഫാക്ടറി ഗേറ്റ് വേ. അതായത് നമ്മൾ ഈ ഒരു ഹയറിംഗ് കാഷ്വൽ വർക്കേഴ്സ് ഫോർ ടെമ്പററി പൊസിഷൻ, അതായത് ടെമ്പററി ആയിട്ട് ആൾക്കാരെ കൊണ്ടുവന്നിട്ട് പിന്നെ അവരെന്ത് ചെയ്യാണ്? പെർമനന്റ് ആക്കുന്നുണ്ട്. റെഫറലുകൾ, ദാറ്റ് മീൻസ് ഇപ്പൊ ഞാനൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ ഞാൻ എന്താണ്, എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, നല്ല രീതിക്ക് ജോലി ചെയ്യും, നല്ല രീതിക്കുള്ള കണ്ടന്റ് നോളജ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എംപ്ലോയീസിനെ റെഫർ ചെയ്യില്ലേ, അതൊക്കെ എക്സ്റ്റേണൽ വരുന്നതാണ് കേട്ടോ. അതുപോലെ പ്ലേസ്മെന്റ് ഏജൻസീസ്, ഒരുപാട് പ്രൈവറ്റ് ഏജൻസീസ് ഉണ്ടാവൂലേ തൊഴിൽ ജോലിയാക്കി കൊടുക്കുന്നത്. അപ്പൊ അവരിൽ നിന്നും ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നതൊക്കെ എന്തിന്റെ ഭാഗമാണ്? നമ്മുടെ എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റിന്റെ ഭാഗമാണ്. ഏതൊക്കെയാണ്? മീഡിയ അഡ്വർടൈസ്മെന്റ് വരും, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വരും, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വരും, അൺസോളിസിറ്റേറ്റഡ് ആപ്ലിക്കേഷൻ വരും, അതുപോലെ തന്നെ റിക്രൂട്ട്മെന്റ് ഫാക്ടറി വരും, റെഫറൽ വരും, അതുപോലെ പ്ലേസ്മെന്റ് ഏജൻസീസ് വരുന്നുണ്ട്. പിന്നെ അടുത്താണ് മോഡേൺ റിക്രൂട്ട്മെന്റ് മെത്തേഡ്. ഏതാണ് ഈ മോഡേൺ റിക്രൂട്ട്മെന്റ് മെത്തേഡ്? അതിലൊന്നാണ് ഈ റിക്രൂട്ട്മെന്റ്. അതായത് ഈ റിക്രൂട്ട്മെന്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? നമ്മുടെ നൗകരി, മോൺസ്റ്റർ, നമ്മുടെ ഇൻഡീഡ് ഒക്കെ എന്തിനു ഉദാഹരണമാണ്? ഈ റിക്രൂട്ട്മെന്റിന് ഉദാഹരണമാണ്. ഇവിടെ എന്താണ്? കോസ്റ്റ് പെർ കാൻഡിഡേറ്റ് കുറയും. അതുപോലെ എന്താണ്? ഫാസ്റ്റർ ആയിട്ടുള്ള, കൺവീനിയന്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് പ്രോസസ് ആണ് എവിടെ ഉണ്ടാവുക? ഇൻഡീഡിലും അതുപോലെ തന്നെ ലിങ്ക്ഡിലും ഒക്കെ ഉണ്ടാവുക കേട്ടോ. നൗകരി അതിലൊക്കെ ഉണ്ടാവുക. അതുപോലെ പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ്സ് എവിടെ ഉണ്ടായിരിക്കും? അവിടെ ഉണ്ടാവും. പിന്നെ അടുത്താണ് റിക്രൂട്ട്മെന്റ് പ്രോസസ് ഔട്ട്സോഴ്സിങ്. വാട്ട് യു മീൻ ബൈ RPO? എന്താണ് RPO എന്ന് പറയുന്നത്? റിക്രൂട്ട്മെന്റ് പ്രോസസ് ഔട്ട്സോഴ്സിങ് എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്ഫറിങ് പാർട്ട് ഓഫ് ഓൾ ഓഫ് ദ റിക്രൂട്ട്മെന്റ് പ്രോസസ് ടു എൻ എക്സ്റ്റേണൽ ഏജൻസി. അതായത് ഒരു ബിസിനസ് സ്ഥാപനം, ആ ബിസിനസ് സ്ഥാപനത്തിലോട്ട് ഒരുപാട് എംപ്ലോയീസിനെ വേണം, പക്ഷെ അവർക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യാൻ സമയമില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവരെന്താ ചെയ്യുക? ഒരു എക്സ്റ്റേണൽ ഏജൻസിനെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് ഏൽപ്പിക്കുന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? RPO എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിക്രൂട്ട്മെന്റ് പ്രോസസ്
ഔട്ട്സോഴ്സിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇന്റേൺഷിപ്പ് എന്താണ്? പ്രൊവൈഡിങ് ടെമ്പററി എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് റീസെന്റ് ഗ്രാജുവേറ്റ്സ്. ഇപ്പൊ ഈ ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾ, PG കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ എന്താണ് എന്തുണ്ടായിരിക്കും? ഇന്റേൺഷിപ്പ് ഉണ്ടായിരിക്കും അല്ലെ? അവരെന്താണ് ഒരു ടെമ്പററി എംപ്ലോയ്മെന്റ് ഒരു ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? ഓക്കെ. ദെൻ വോക്ക് ഇൻ ഇന്റർവ്യൂ. എന്താണ് വോക്ക് ഇൻ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ നമ്മള് താല്പര്യമുള്ള കാൻഡിഡേറ്റ്സ് എന്താണ് ഒന്നല്ലെങ്കിൽ ആ ഒരു കമ്പനിയിൽ നേരിട്ട് വരികയോ അവർക്ക് എന്താണ് നേരിട്ട് ഇന്റർവ്യൂവില് അറ്റൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതിനാണ് ഈ വോക്ക് ഇൻ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇൻട്രസ്റ്റഡ് കാൻഡിഡേറ്റ്സ് നേരിട്ട് വരികയോ അതല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയ്മെന്റ് ദാറ്റ് മീൻസ് ആ ഒരു സ്ഥാപനത്തില് നേരിട്ട് പോയിട്ട് എനിക്ക് ഇന്റർവ്യൂവില് ഇവിടെ ജോലി ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുള്ള രീതിയിൽ എന്താണ് ഞാൻ ഇങ്ങനെ പരസ്യം കണ്ട് വരികയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെല്ലുന്നതാണ് എന്താണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള വേക്കൻസി ഫില്ല് ചെയ്യുന്നതാണ് വോക്കിംഗ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സെലക്ഷൻ പ്രോസസ് ആണ്. സ്റ്റേജസ് ഓഫ് സെലക്ഷൻ പ്രോസസ്. ആദ്യത്തെയാണ് സ്ക്രീനിങ് അപ്ലിക്കേഷൻ. നമ്മുടെ കയ്യിൽ എന്തുണ്ടായിരിക്കും? ഒരു CV ഉണ്ടായിരിക്കും, കരിക്കുലം വിറ്റ് ഉണ്ടായിരിക്കും അല്ലെ? റിവ്യൂവിംഗ് അപ്ലിക്കേഷൻ ടു ഐഡന്റിഫൈ കാൻഡിഡേറ്റ് ഹു മീറ്റ് ബേസിക് ക്വാളിഫിക്കേഷൻ. ഈ ഒരു CV-യിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? എന്താണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ, നമ്മൾ എന്തിനാണ് എലിജിബിൾ ആയിട്ടുള്ളത്, അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്താണ് ആ ആപ്ലിക്കേഷൻ സ്ക്രീനിങ് ആണ് ആദ്യത്തെ ഘട്ടം അല്ലെ? സെലക്ഷൻ പ്രോസസ്സിൽ ആദ്യത്തെ ഘട്ടം എന്താണ്? ആ ഒരു അപ്ലിക്കേഷൻ പരിശോധിക്കലാണ്. രണ്ടാമത്തെ ഘട്ടമാണ് സെലക്ഷൻ ടെസ്റ്റ്. എന്താണ് ആ ഒരു സെലക്ഷൻ ടെസ്റ്റ്? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും, എബിലിറ്റി ടെസ്റ്റ്, സ്കിൽ എൻഹാൻസ്മെന്റ് ടെസ്റ്റ്, ഒരുപാട് ടെസ്റ്റുകൾ ഉണ്ട്. അപ്പൊ എന്താണ് നമ്മൾ ആ ഒരു ജോലിക്ക് എന്താണ് അനുയോജ്യരാണോ എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള സെലക്ഷൻ ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. പിന്നെ അടുത്താണ് സെലക്ഷൻ ഇന്റർവ്യൂ. നമ്മള് ഈ ഒരു രണ്ട് പ്രോസസ്സിൽ അപ്ലിക്കേഷൻ സ്ക്രീനിങ്ങിലും സെലക്ഷൻ ടെസ്റ്റിലും പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റേജ് എന്താണ്? സെലക്ഷൻ ഓഫ് ഇന്റർവ്യൂസ് ആണ് അല്ലെ? എന്താണ് ഒരു ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ മെത്തേഡ് ഇവിടെ കണ്ടുപിടിക്കുന്നു. ഫേസ് ടു ഫേസ് ഇന്റർവ്യൂവിൽ അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും പേഴ്സണാലിറ്റി സ്കില്ലും ഒക്കെയാണ് എവിടെ നോക്കുക? സെലക്ഷൻ ഇന്റർവ്യൂവിൽ നോക്കുക. പിന്നെ റെഫറൻസ് ചെക്ക് അല്ലെ? എന്താണ് ആ ഒരു എംപ്ലോയിയുടെ ബാക്ക്ഗ്രൗണ്ട്, ആളെങ്ങനെയാണ്, വല്ല പോലീസ് കേസ് ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? പരിശോധിക്കുന്നുണ്ട്. ദെൻ മെഡിക്കൽ എക്സാമിനേഷൻ. ഫിസിക്കൽ ഫിറ്റ്നസ് ആവശ്യമായിട്ടുള്ള ജോലികളാണെങ്കിൽ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഇപ്പൊ പോലീസിന്റെ ജോലിക്കൊക്കെ ഉണ്ട് അല്ലെ? അപ്പൊ ഫിസിക്കലി ആവശ്യം എന്താ പറയാ, ഫിസിക്കലി ആ ഒരു ജോലി ചെയ്യാൻ എന്താ പറയാ, എന്താ പേര് പറയാ, കുറച്ച് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഫിസിക്കലി ആവശ്യം യോഗ്യത. അപ്പോ അതിനെന്താണ് മെഡിക്കൽ എക്സാമിനേഷൻസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ ആർമി, അതുപോലെ തന്നെ നേവി, പോലീസിനൊക്കെ എന്തുണ്ട്? മെഡിക്കൽ ഉണ്ട്, ഫിസിക്കൽ ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് PC പോലീസ് വെരിഫിക്കേഷൻ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഓരോ കാര്യങ്ങളില്ലേ, അതന്നെയാണ് ഇവിടെയും പറയുന്നത്. മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. ഇതിനൊക്കെ ശേഷം ഇപ്പൊ എക്സാം പാസ്സായി കഴിഞ്ഞാൽ എവിടെ പൊട്ടുന്നവരുണ്ട്? ഫിസിക്കലിലും മെഡിക്കലിലും പൊട്ടുന്നവരുണ്ട്. അപ്പോ ഈ ഒരു എക്സാം പാസ്സായി കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ അവർ റിവ്യൂ ചെയ്തിട്ട് നമ്മുടെ സെലക്ഷൻ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് മെഡിക്കലും കഴിഞ്ഞ് ഫിസിക്കലും കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്ത് കിട്ടുക? ഇഷ്യൂവിങ് അപ്പോയിന്റ്മെന്റ് ലെറ്റർ അല്ലെ? നമുക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടുന്നത്. ഓക്കെ. ഇനി എന്താണ് നമ്മുടെ റിക്രൂട്ട്മെന്റും സെലക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്നാണ് നോക്കുന്നത്. റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. എംപ്ലോയീസിനെ അട്രാക്ട് ചെയ്യുന്ന, ഒരു ഇത്രയും ജോബ് വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്ലിക്കൻസിനെ കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. സെലക്ഷൻ എന്ന് പറയുന്നത് ഇന്റർവ്യൂ ചെയ്തിട്ട് എടുത്തിട്ടുള്ള ആൾക്കാരെ, സ്യൂട്ടബിൾ ഉള്ള ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് എവിടെ വരുന്നത്? സെലക്ഷനിൽ വരുന്നത്. എന്താണ് റിക്രൂട്ട്മെന്റ് ഒബ്ജക്റ്റീവ് വരുന്നത്? എന്താണ്? ലാർജ് നമ്പർ ഓഫ് പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റിനെ എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ് റിക്രൂട്ട്മെന്റിന്റെ ലക്ഷ്യമായിട്ട് വരുന്നത്. സെലക്ഷൻ പ്രോസസ്സിൽ എങ്ങനെയാണ്? അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ റിജക്ട് ചെയ്യുക, സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് സെലക്ഷന്റെ ഒബ്ജക്റ്റീവ് വരുന്നത്. നേരത്തെ പറഞ്ഞു റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നേച്ചർ ആണ്, സെലക്ഷൻ എന്താണ്? ഒരു നെഗറ്റീവ് ആണ്. നെഗറ്റീവ് മീൻസ് റിക്രൂട്ട്മെന്റിൽ എല്ലാവർക്കും പങ്കെടുക്കാം, പക്ഷെ സെലക്ഷൻ പ്രോസസ്സിൽ സെലക്ട് ചെയ്തവർക്കല്ലേ പറ്റുള്ളൂ. ദാറ്റ്സ് വൈ വി കോളിംഗ് വാട്ട് നെഗറ്റീവ് എന്ന് പറയുന്നത്. ദെൻ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ് ആണ്. സെലക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ് ആണ്.
ദെൻ അടുത്തതാണ് എന്തെന്ന് പറയുന്നത് ട്രെയിനിങ്ങും ഡെവലപ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ്. എന്താണ് ട്രെയിനിങ്ങും ഡെവലപ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ്? ട്രെയിനിങ് എന്ന് പറയുന്നത് എന്താണ്? ട്രെയിനിങ് ഈസ് കൺസേൺഡ് വിത്ത് ടീച്ചിങ് ടെക്നിക്കൽ സ്കിൽ ഓൺലി. നമ്മൾ ട്രെയിനിങ്ങിൽ എന്താണ് ടീച്ച് ചെയ്യുന്നത്? ടെക്നിക്കൽ സ്കില്ല് മാത്രമാണ് നമ്മൾ എന്തിൽ പറഞ്ഞു കൊടുക്കുന്നത്? ട്രെയിനിങ്ങിൽ ടീച്ച് ചെയ്യുന്നത് അല്ലേ? പക്ഷേ ഡെവലപ്മെന്റിൽ എന്താണ്? ഹ്യൂമൻ ആൻഡ് കോൺസെപ്ച്വൽ സ്കില്ല് വരുന്നുണ്ട്. ഈ ഒരു ട്രെയിനിങ് ആർക്കാണ്? ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് ചെയ്യുന്നവർക്കാണ് ഈ ഒരു ട്രെയിനിങ് ആവശ്യമായിട്ടുള്ളത്. മാനേജറിയൽ സ്റ്റാഫിനാണ് എന്ത് വേണ്ടത്? ഡെവലപ്മെന്റ് വേണ്ടത്. ട്രെയിനിങ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം പ്രോസസ് ആണ്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ലോങ് ടേം ആയിട്ടുള്ള പ്രോസസ് ആണ്. ട്രെയിനിങ് എന്ന് പറയുന്നത് ജോബ് ഓറിയന്റഡ് ആണ്. നമ്മുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കരിയർ ഓറിയന്റഡ് ആണ്. എന്താണ് സ്കോപ്പ് ഓഫ് ലേണിംഗ്? എന്താണ്? ടെക്നിക്കൽ സ്കില്ല് കിട്ടും. മറ്റേ സ്ഥലത്ത് എങ്ങനെയാണ്? നമുക്ക് എന്ത് സ്കില്ലാണ് കിട്ടുക? മാനേജീരിയൽ ഓർ പേഴ്സണൽ സ്കില്ലാണ് വരിക. അടുത്താണ് ബെനിഫിറ്റ് ഓഫ് ട്രെയിനിങ് ഫോർ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന് ട്രെയിനിങ്ങിന്റെ ബെനിഫിറ്റ് എന്താണ്? നമ്മള് ട്രെയിൻഡ് സ്റ്റാഫുകളായിരിക്കും, വേസ്റ്റേജ് കുറയും. ആ ഒരു പെർട്ടിക്കുലർ കുറച്ച് സമയത്തിനുള്ളിൽ എന്താണ് അവര് വർക്ക് ചെയ്യും. ഒരു ട്രെയിൻഡ് സ്റ്റാഫും ഒരു അൺട്രെയിൻഡ് സ്റ്റാഫും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അല്ലെ? ഇപ്പൊ ഒരു ഓർഗനൈസേഷനിൽ അവിടെ ട്രെയിൻ ചെയ്ത എംപ്ലോയീസ് ആണെങ്കിൽ അവരെന്താണ് വേസ്റ്റേജ് കുറവായിരിക്കും. ചുരുങ്ങിയ സമയത്തിനുള്ള അവർ വർക്ക് ചെയ്യും അല്ലെ? അവര് വർക്കിൽ നിന്ന് പഠിക്കും. അതുപോലെ ബെറ്റർ ആയിട്ടുള്ള എംപ്ലോയി പെർഫോമൻസ് കാഴ്ചവെക്കും. അതുപോലെ മെഷീൻ മെറ്റീരിയൽസ് ആണെങ്കിലും നല്ല രീതിക്ക് അവർ എന്ത് ചെയ്യും? അത് യൂട്ടിലൈസ് ചെയ്യും. പിന്നെന്താ പറയുന്നത്? പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും അവർക്ക്. അത്രയും കാര്യങ്ങളാണ് ബെനിഫിറ്റിൽ വരുന്നത്. ദെൻ പിന്നെ പറയുന്നതാണ് ലേബർ ടേൺ ഓവർ എന്തായിരിക്കും? അതുപോലെ ആബ്സെന്റിസം കുറവായിരിക്കും. അതുപോലെ എന്താണ് വർക്ക് പ്ലേസിലുള്ള ആക്സിഡന്റ് കുറവായിരിക്കും. ബിക്കോസ് എന്താണ്? അവർ ഓൾറെഡി ട്രെയിൻഡ് ആണ്. ട്രെയിൻഡ് ആയതുകൊണ്ട് തന്നെ അവരെന്താണ് അവര് ആ ഒരു ജോലി സ്ഥലത്തുള്ള ആക്സിഡന്റുകൾ കുറയും. അതുപോലെ തന്നെ എന്താണ് നമ്മൾ പരിശീലനം ലഭിച്ചിട്ടുള്ള വ്യക്തികളും പരിശീലനം ലഭിക്കാത്ത വ്യക്തികളുമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഉണ്ട്. അവരെന്താണ് പരിശീലനം ലഭിച്ചിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അവർ മാറ്റങ്ങളുമായിട്ട് പെട്ടെന്ന് എന്ത് ചെയ്തു പോകും? പൊരുത്തപ്പെട്ടു പോകും. ഇനി മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ് ഉണ്ട്. രണ്ട് മെത്തേഡ് ഓഫ് ട്രെയിനിങ് ഉണ്ട്. ഏതൊക്കെയാണ് ആ രണ്ട് മെത്തേഡ്? ഓൺ ദ ജോബ് ട്രെയിനിങ്ങും അതുപോലെ തന്നെ ഒന്നുള്ളതാണ് ഓഫ് ദ ജോബ് ട്രെയിനിങ്. ഓൺ ദ ജോബ് എന്ന് പറയുന്നത് ജോലിക്കിടയിലുള്ള ട്രെയിനിങ് ആണ് അല്ലെ? ഓക്കെ. ഓഫ് ദ ജോബ് എന്ന് പറയുന്നത് പുറത്തുള്ളത്. ഇപ്പൊ ജോലിക്കിടയിൽ ട്രെയിനിങ് കൊടുക്കുന്നതാണ് ഓൺ ദ ജോബ്. അല്ലെങ്കിൽ ആ ഒരു ജോലിക്കിടയിൽ പുറത്തൊരു സ്ഥാപനത്തിൽ കൊണ്ടുപോയി ട്രെയിനിങ് കൊടുക്കുന്നതാണ് ഓഫ് ദ ജോബ്. പിന്നെ പ്രമോഷനും ട്രാൻസ്ഫറും നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ് പ്രമോഷൻ, എന്താണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്? ശമ്പളത്തിലും അതുപോലെ തന്നെ നമ്മുടെ പൊസിഷനിലും മാറ്റമില്ലാതെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ശമ്പളത്തിലും പൊസിഷനിലും മാറ്റം വരുന്നതാണ് എന്ത് പറയുന്നത്? പ്രമോഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്താണ് ട്രാൻസ്ഫർ, എന്താണ് പ്രമോഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്താണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മാനേജ്മെന്റ് ഫംഗ്ഷൻ ആണ്. അതായത് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന, ഗൈഡ് ചെയ്യുന്ന ഒരു മാനേജ്മെന്റ് ഫംഗ്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ഡയറക്റ്റിംഗ്. എംപ്ലോയീസിനെ ഓർഗനൈസേഷന്റെ ഗോൾ അനുസരിച്ച് ഗൈഡ് ചെയ്യുന്ന, മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു മാനേജ്മെന്റ് ഫംഗ്ഷൻ ആണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതിൽ എന്തൊക്കെയുണ്ട്? ഇഷ്യൂവിങ് ഇൻസ്ട്രക്ഷൻ. 8 മണി ആയില്ലേ മക്കളെ? ഒരു ലൈവ് കൂടെ ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഈ ഒരു പോർഷനിൽ വെച്ചിട്ട് നിർത്തുകയാണ് കേട്ടോ. ഡയറക്റ്റിങ്ങിന്റെ പോർഷൻ ഓർമ്മ ഉണ്ടായിക്കോട്ടെ. ഇനിയും 3 ലൈവും കൂടെ നമുക്ക് വരാനുണ്ട് എക്സാമിന്റെ മുന്നേ. ഓക്കെ, കേൾക്കുണ്ടോ? യെസ് മാം. അപ്പൊ ഇനിയും നമുക്ക് എക്സാമിന്റെ മുന്നേ 3 ലൈവും കൂടെ വരാനുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു ലൈവില് ഞാനിത് മുഴുവൻ തീർക്കും. ഇത്രയും ഈ ഒരു പോർഷനും കൂടെ ഉണ്ട്. ഇന്നിപ്പോ സ്റ്റാഫിങ് ആൻഡ് ഡയറക്റ്റിംഗ് കഴിഞ്ഞുള്ളൂ. അടുത്ത ലൈവില് ഈ ഒരു 3 അതിന് ശേഷമുള്ള ലൈവില് ബാക്കിയും തീർക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ മാം. നോട്ട് എപ്പോഴാണ് അയച്ചു തരേണ്ടത്? മൊത്തം കഴിഞ്ഞിട്ട് അയച്ചെന്നാൽ മതി, അതോ ഇപ്പൊ തന്നെ അയക്കണോ? മാം അയച്ചെന്നാ അത് കുറച്ച് കുറച്ച് പഠിക്കാമായിട്ട്. അയക്കണതല്ലേ? അതെ. നാളെ സൺഡേ അല്ലേ, അപ്പൊ നാളെ കിട്ടുന്ന സമയത്തൊക്കെ ചെയ്യാമെന്ന് പറയാനാണ്. ഈ വർക്ക് ടൈമിൽ പഠിക്കാനോ പഠിക്കുന്നുണ്ട് മാം. ശ്രമിക്കുന്നുണ്ട്. തുടങ്ങിയിട്ടുണ്ട് മാഡം. സമയം കിട്ടുന്നില്ല. അല്ല, സമയം കിട്ടുന്നില്ല, അതാണ് മെയിൻ പ്രശ്നം. ലൈവിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് പഠിപ്പിച്ചു തരുന്നത്. പിന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്. അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്. അതൊന്ന് നോക്കുക. അതിലാണ് ഏതൊക്കെ പേപ്പറുകളാണ് എന്നുള്ള കാര്യങ്ങൾ ഉള്ളത്.
ഓക്കെ മാം. ഓക്കെ. ഇതെല്ലാം നോക്കാനുള്ള സമയം കിട്ടുന്നില്ല മേഡം. അതാണ് മാത്സ്. ഇംഗ്ലീഷ് ഒക്കെ നോക്കിയോ? ഇംഗ്ലീഷ് ഒക്കെ ടഫായി തോന്നുന്നുണ്ടോ? ഇംഗ്ലീഷും പറയണമൊന്നും വലിയ കുഴപ്പമായിട്ട് തോന്നുന്നില്ല. പിന്നെ അക്കൗണ്ടൻസി അക്കൗണ്ടൻസിയും ബിസിനസ് സ്റ്റഡീസ് ആണ് ഒരുപാട് ബുദ്ധിമുട്ട്. അതെ അതെ, അതൊന്നും ബിസിനസ് സ്റ്റഡീസ് ഒന്നും ബുദ്ധിമുട്ടേ ഉള്ള ഒരു പേപ്പർ അല്ല കേട്ടോ. അല്ല, അത് സിമ്പിൾ ആയിട്ട് നമ്മൾ ബേസിക് മനസ്സിലാക്കിയാൽ പെട്ടെന്ന് പഠിക്കാമെന്ന് അറിയാം. പക്ഷെ അത് ആ നോക്കാനുള്ള സമയം കിട്ടില്ല, കിട്ടുന്നില്ല അതാണ് അത് പ്രശ്നം. പെട്ടെന്ന്. ആ അങ്ങനെ അക്കൗണ്ട് ആവുന്ന ഒരു ഇഷ്യൂ. അക്കൗണ്ടിങ് ആണ് ഇഷ്യൂ. അതെ, അത് ശ്രമിക്കുന്നുണ്ട് ഇഷ്യൂ ആണ്, പഠിക്കാന്. പക്ഷെ നോക്കുന്നുണ്ട്. ഓക്കെ. സമയം കിട്ടണ്ട, എന്തായാലും അതാണ് എന്തായാലും ഇത്ര എഫേർട്ട് എടുത്തിട്ടാണ് എല്ലാവരും ഈ ഒരു സമയത്ത് ഡിഗ്രി സോറി +2 പാസ്സാവണമെന്നുള്ള ഇതിൽ ചെയ്യുന്നത്. ആ ഒരു സീരിയസ്നെസ്സോട് കൂടെ എല്ലാവരും പഠിക്കുക. ഓക്കെ. കാരണം ഒക്കെ എന്നെക്കാളും മൂത്ത ആൾക്കാരാണ്. എല്ലാരും ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ എല്ലാരും കുറച്ച് പ്രായമുള്ള ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് എന്താ പറയാ, നമ്മള് പ്രായം കൂടുന്തോറും നമുക്ക് ആലോചിച്ചെടുക്കാനുള്ള ഒരു ഇത് കുറയുന്നുള്ള അത് അറിയാം. വീട്ടിൽ നിന്ന് എല്ലാരും പറയും. അപ്പൊ അതെ. എനിക്കറിയാം കുറെ ബുദ്ധിമുട്ടുണ്ടാവും. വീട്ടുജോലിയുടെ ഇടയ്ക്കും ജോലിക്ക് പോയിട്ടൊക്കെ അല്ല, ആ ഒരു മെയിനായിട്ട് ഈ സമയം കിട്ടാത്ത തന്നെയാണ് പ്രശ്നം. നമ്മൾ സമയം കിട്ടുന്ന വർക്ക് ഒരു കഴിഞ്ഞ് മണിക്കൂറാണെങ്കിലും. വരുമ്പം ബുദ്ധിമുട്ടാണ് അത്. ഒരുപാട് എല്ലാവരും ജോലി സമയം കൊടുക്കാൻ കഴിഞ്ഞിട്ട് പറ്റുന്നില്ല. അതെ മനസ്സിലാവും. എല്ലാവരും ജോലി ആ കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കുന്ന അവിടുത്തെ ജോലി ഉണ്ടാവും, അതും തീർത്ത് കൊടുക്കേണ്ടതാണ്. അങ്ങനെ അതെ ഒരു ഇതൊക്കെ. അതെ അത് ശരിയാണ്. അവിടെയും ജോലിയുണ്ട്. അവർക്ക് കഴിഞ്ഞ് വന്നിട്ട് നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയം അതെ. എപ്പോഴാവുന്നു അറിയാം. ഒരു 1 hour ഡെയിലി മാറ്റി വെച്ചാൽ സെറ്റായി നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ആ അപ്പൊ ഇനിയിപ്പോ മാഡം, സമയം എക്സാമിന് ഡേറ്റ് വന്നാൽ കൺഫേം ആയിട്ടുണ്ടോ? ഇല്ല കൺഫേം ആയിട്ടില്ല. അപ്പൊ കൺഫേം ആവുന്ന വരെ സമയമുണ്ട് നമുക്ക്. അല്ല, ഓക്കെ ഏപ്രിൽ ഓക്കെ. ആദ്യം കാണുമോ? ഇല്ലല്ലോ. ഇല്ല ഏപ്രിൽ ഒരു ഫസ്റ്റ് വീക്ക് കഴിഞ്ഞിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ആണല്ലേ. ഓക്കെ ഓക്കെ മാം. ഓക്കെ. അപ്പൊ അതിനനുസരിച്ച് എല്ലാവരും ഒന്ന് പഠിക്കുക. ആ ഒരു സമയമാകുമ്പോ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇതേപോലെ NIOSന്റെ ലൈവ് ഒക്കെ കഴിഞ്ഞ് എക്സാമിന്റെ റിസൾട്ട് ഒക്കെ വന്നപ്പോ ഇങ്ങനെ മെസ്സേജ് വരുന്നുണ്ട്, പാസ്സായി വരുന്നുണ്ട്. അപ്പൊ ഒരു സന്തോഷം കേൾക്കുമ്പോ. അപ്പൊ ഇപ്രാവശ്യം പക്ഷെ ഒരു റിക്വസ്റ്റ് കൂടെ ഉണ്ട്. എന്താണെന്ന് വെച്ചാല്, ആ ഈ 7 മണി എന്നുള്ള ഒന്ന് 8 മണി ആക്കാൻ പറ്റിയ ഒരു ദിവസത്തെ ക്ലാസ് ഉള്ളെങ്കിലേ, 7 മണി എന്നുള്ള 8 മണിന്നാകുമ്പോഴത്തേക്ക് പറ്റുവാണെങ്കിൽ അതൊന്നും സൗകര്യമായിരുന്നു. കാരണം 7 മണിയാക്കിയാലോ? മണിക്കൊക്കെ അതൊരു അടുത്ത ക്ലാസ് ചെറിയൊരു 8 മണിയാക്കിയാലോ? ഓക്കെ എങ്ങനെ. ആയിരിക്കും മാം. കാരണം വീട്ടിലെത്തുമ്പോഴേക്കും 6:30 7 o'clock ഏകദേശം ആവും. അതെ അതെ. അപ്പം പ്രശ്നമില്ല, അടുത്ത ക്ലാസ് 8 മണിക്കാക്കാം. കുഴപ്പമൊന്നുമില്ല. ഓക്കെ അത് മതി. ഓക്കെ മാം. അതാകുമ്പോഴത്തേക്ക് ഓക്കെ. എല്ലാവർക്കും ഒന്ന് ഫ്രീ ആയിട്ടൊന്ന് ഇരിക്കുകയും ചെയ്യാം. അതെ കുഴപ്പമില്ല. അടുത്ത ക്ലാസ് അങ്ങനെ വെച്ചാൽ 8 മണിക്ക് ആക്കാം. പ്രശ്നമില്ല. അത് മതി. ഓക്കെ മാം. 7 മണി ഓക്കെ. എല്ലാവർക്കും ഏ 7 മണി എല്ലാവർക്കും ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. അതെ ഇനിയിപ്പോ നോമ്പും തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡ് അതെ അതെ കഴിച്ച് ആ വരാനുള്ളൊരു അതെ അതെ. ഓക്കെ. റെക്കോർഡിംഗ് എന്തായാലും അതെ. റെക്കോർഡിംഗ് എന്തായാലും ഞാൻ ഗ്രൂപ്പിൽ ഷെയർ. ജിഷ്ണു റെക്കോർഡിംഗ് ഓഫ് ആയി. അപ്പൊ ഫ്യൂച്ചർ പ്ലസിന് ഇറങ്ങുന്നേ ഉള്ളൂ. ഓക്കെ. ഓക്കെ മാം. അപ്പോ ഓക്കെ. താങ്ക് യു. റെക്കോർഡ് എന്തായാലും